നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ പ്രദീപ് പിള്ള. ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ വരും. ഒട്ടനവധി വാർത്തകളുടെ കുത്തൊഴുക്കുണ്ടെങ്കിലും ഒന്ന്, US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലെ പുതിയ എതിരാളിയുമായി ഇന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ന് നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇന്ത്യൻ സമയം 6:30 ഫിലഡൽഫിയയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി സെന്ററിൽ അവിടെ തുടങ്ങിക്കഴിഞ്ഞു ഏറ്റുമുട്ടൽ. നേരിട്ടുള്ള ആദ്യത്തെ ഏറ്റുമുട്ടലാണ്. ജോ ബൈഡൻ ഇതുപോലെയുള്ള പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ പരിക്കേറ്റ് പുറത്തായതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം ഇരുവരും ഏറ്റുമുട്ടുകയാണ്. ബൈഡൻ ഉള്ളിടത്തോളം കാലം വളരെ മുന്നിൽ നിന്ന് ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കമല ഹാരിസിന്റെ മുന്നേറ്റം. അപ്പോൾ ഇന്നത്തെ ഈ ഡിബേറ്റോടുകൂടി പഴയ മുൻതൂക്കം തിരിച്ചു പിടിക്കാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ട്രംപ് ക്യാമ്പ്. ഒപ്പം മുന്നേറ്റം ലീഡാക്കി മാറ്റാം എന്നുള്ള പ്രതീക്ഷയിൽ കമല ഹാരിസിന്റെ ഡെമോക്രാറ്റ്സും. അതിനുമപ്പുറം അമേരിക്കയിൽ ഷിക്കാഗോയിൽ 131 വർഷം മുമ്പ് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ ഒരു രാഷ്ട്രത്തെ, ഒരു ദേശത്തെ, ഒരു സമൂഹത്തെ ഒന്നാകെ മാസ്മരിക വാക്കുകൾ കൊണ്ട് പിടിച്ചെടുത്ത, ലോകം മുഴുവൻ ഹിന്ദു മതധർമ്മം എന്തെന്ന് ഉറ്റുനോക്കിയ ആ പ്രസംഗത്തിൻ്റെ വാർഷികം കൂടിയാണെന്ന്. അതിൻ്റെ വിശദാംശങ്ങൾ, ഒപ്പം അതിൽ അതിഥിയായി നമുക്കൊരു വിശിഷ്ട വ്യക്തിയും ചേരും. അതിലേക്കൊക്കെ വരാം. പ്രധാന തലക്കെട്ടുകൾ നമുക്ക് നോക്കാം. കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപ് ചൂടേറിയ സംവാദം ഫിലഡൽഫിയയിൽ. കമലയ്ക്ക് തെരഞ്ഞെടുപ്പ് നിർണായകം. മലപ്പുറം SP അടക്കമുള്ളവരുടെ കൂട്ടസ്ഥലം മാറ്റം ഒത്തുതീർപ്പെന്ന സംശയം. സ്ഥലം മാറ്റപ്പെട്ടവർ PV അൻവറിന്റെ അനിഷ്ടത്തിന് ഇരയായവർ. കടുത്ത ആരോപണങ്ങളിലും MR അജിത് കുമാറിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി. കൂട്ടസ്ഥലം മാറ്റത്തിനു പിന്നാലെ അവധി അപേക്ഷ പിൻവലിച്ച് MR അജിത് കുമാർ. അതൃപ്തി പുകയുന്നതിനിടെ LDF നിർണായക യോഗം ഇന്ന്. ADGPക്കെതിരെ കടുത്ത നിലപാടിൽ ഉറച്ച CPI. നടപടി വേണമെന്ന് ആവശ്യം CPI-നുള്ളിലും ശക്തം. സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തിന് 131 വാർഷികം. ചരിത്ര പ്രസംഗം ഭാരത സനാതന ധർമ്മയാത്രയുടെ സുപ്രധാന ഏട്. പുത്തൻ പുലരിയിൽ അതിഥിയായി RSS പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ. എംപോക്സ് ആശങ്കയിൽ കേരളം. വിമാനത്താവളങ്ങളിൽ പരിശോധന. അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നുകുഴിച്ചു മൂടിയത് ആസൂത്രിതമെന്ന പോലീസ്. സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പ്രതികളായ ദമ്പതികൾ സംസ്ഥാനം വിട്ടെന്ന് സൂചന. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തോൽവി. കൊളംബിയയോട് തോറ്റത് 1-2 ഗോളുകൾക്ക്. US പ്രസിഡൻഷ്യൽ സംവാദത്തിലേക്കും സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തിന്റെ വാർഷികത്തിലേക്കും ഒക്കെ പോകാം. പക്ഷെ അതിനു മുമ്പ്, വിദേശത്ത് പോയാൽ ഒരു ഭാരതീയ പൗരൻ, ഒരു ഭാരതീയ രാഷ്ട്രീയ നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട പദവി വഹിക്കുന്ന ഒരാൾ എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായി മാറുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ. വിദേശ വേദികളിൽ തുടർച്ചയായി ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെയും ജനങ്ങളെയും വിഭജിക്കാനാണ് രാഹുലും കോൺഗ്രസും ആഗ്രഹിക്കുന്നതെന്നും അതിനുള്ള മറുപടി ജനങ്ങൾ തന്നെ നൽകുമെന്നും മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ വിമർശിച്ചു. സിഖ് സമൂഹം പീഡനം നേരിടുന്നുണ്ടെന്ന രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ BJP നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, നമസ്തേ, സ്വാഗതം പുത്തൻ പുലരിയിലേക്ക്. രാഹുൽ ഗാന്ധി നിർത്തുന്ന മട്ടില്ല. ആദ്യം ചൈനയെ പുകഴ്ത്തി, ഇല്ലാത്ത വളർച്ചാ കണക്കുകൾ ഉയർത്തിക്കാട്ടി, ഭാരതത്തെക്കാൾ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളെക്കാൾ അവിടെ
തൊഴിൽ മേഖല ശക്തമാണെന്ന പച്ചയായ നുണ പ്രചരിപ്പിച്ചു. ഇപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾക്ക് വിദേശ മണ്ണ് വേദിയാക്കുകയാണ് ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. എങ്ങനെയാണ് രാഷ്ട്രം ഇതിനെ കാണുന്നത്, പ്രതികരിക്കുന്നത്? ജിഷ്ണു. പ്രദീപ് നമസ്തേ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ഒപ്പം BJPയുടെ ഭാഗത്തുനിന്നും ശക്തമായ നിയമ നടപടികളും ഈ വിഷയത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദേശ മണ്ണിൽ നിന്നുകൊണ്ട്, അമേരിക്കയിൽ നിന്നുകൊണ്ട് ഭാരതത്തെ അപമാനിക്കുന്ന തുടർച്ചയായ പ്രതികരണങ്ങൾ പ്രദീപ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന നടത്തുക അല്ലെങ്കിൽ അത്തരത്തിലൊരു നാക്കുപിഴയോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ച കാര്യമോ അല്ല. തുടർച്ചയായി ഇത്തരത്തിൽ സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്ന, താഴ്ത്തിക്കെട്ടുന്ന പ്രസ്താവനകളാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ രാഹുൽ നടത്തുന്നത് എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്കിനെയും ഉൽപാദന രംഗത്തെ മികവിനെയും താഴ്ത്തിക്കെട്ടിക്കൊണ്ടും അതേസമയം ചൈനയെ പുകഴ്ത്തിക്കൊണ്ടുമായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. അതിന് പിറകെയാണ് രാജ്യത്തെ ജാതിയുടെയും പ്രദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന തരത്തിൽ എങ്ങനെയാണോ ഭാരതത്തിനകത്ത് വിഘടനവാദ ശക്തികൾ വിഘടനവാദ സ്വരവും വാദവും ഉയർത്തുന്നതിന് അതിന് സമാനമായ വാദങ്ങളും പ്രതികരണങ്ങളുമായിരുന്നു അമേരിക്കയിൽ നിന്നുകൊണ്ട് രാഹുൽ നടത്തിയത്. അതായത് ഒന്ന്, സിഖ് സമൂഹത്തിന് അവരുടെ തലപ്പാവും കടയും ധരിച്ചുകൊണ്ട്, അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള തലപ്പാവും കടയും ധരിച്ചുകൊണ്ട് ഇന്ന് ഗുരുദ്വാരകളിൽ പോകണമെങ്കിൽ പോലും ഭാരതത്തിൽ പോരാട്ടം നടത്തേണ്ടി വരുന്നു എന്ന അടിസ്ഥാനരഹിതമായ, ജാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ പ്രസ്താവനയാണ് അമേരിക്കയിൽ രാഹുൽ നടത്തിയിട്ടുള്ളത്. അതിന് ശക്തമായ ഭാഷയിലുള്ള മറുപടി രാജ്യത്തെ സിഖ് സമൂഹവും BJP നേതാക്കളും തന്നെ നൽകിയിട്ടുണ്ട്. മുൻപ് ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് കോൺഗ്രസ് ആണ് 3000-ലധികം സിഖുകാരെ കൊലപ്പെടുത്തിക്കൊണ്ട് സിഖ് കൂട്ടക്കൊല നടത്തിയത്. അതിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇന്ന് ഭാരതത്തിൽ സിഖ് സമൂഹത്തിന് അവരുടെ ആചാരങ്ങൾ പാലിക്കുന്നതിൽ യാതൊരു തരത്തിലുമുള്ള തടസ്സമോ പീഡനങ്ങളോ നേരിടുന്നില്ല. അത്തരത്തിൽ ഒരു വാർത്ത പോലും ചൂണ്ടിക്കാണിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള പ്രതികരണത്തിലൂടെ, സന്ദേശത്തിലൂടെ ജാതിയുടെയും മതത്തിന്റെയും പ്രദേശങ്ങളുടെയും പേരിൽ രാജ്യത്തെ വിഭജിക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത് എന്നാണ് സിഖ് സമൂഹവും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ ഒരു പ്രത്യേക പരാമർശത്തിനെതിരെ BJPയുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റൊരു പ്രസ്താവന രാഹുൽ നടത്തിയത് തമിഴ്നാട്, മണിപ്പൂർ തുടങ്ങിയ ചില സംസ്ഥാനങ്ങളെ നിലവിലെ ഭരണ നേതൃത്വം രണ്ടാം തര പൗരന്മാരായി കാണുന്നു, അവരെ വിഭജിച്ച് നിർത്തിയിരിക്കുകയാണ് എന്ന കൃത്യമായ വിഘടനവാദ സ്വരം കൂടി രാഹുലിന്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം ഭാരതം എന്നുള്ളതൊരു ആശയമല്ല, ഒരു രാഷ്ട്രമല്ല, അത് വിവിധ മേഖലകളുടെ കൂടിച്ചേരലാണ്. നമ്മൾ ഒന്നാണ്, അല്ലെങ്കിൽ ഭാരതം ഒന്നാണ് എന്ന സന്ദേശം ഭാരതത്തിനകത്തും പുറത്തും നിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് അതെല്ലാ തരത്തിലും സാമ്പത്തികപരമായും സൈനികപരമായും ഏത് നിലപാടുകൾ സ്വീകരിക്കുന്നതിനും ശക്തമായൊരു ശക്തിയായ രാജ്യമായി ഭാരതം മുൻപോട്ട് പോകുമ്പോൾ ഭാരതം ഒരു രാഷ്ട്രമല്ല, ഒരു രാജ്യമല്ല, ഒരു ആശയമല്ല, അത് വിവിധ മേഖലകളുടെ കൂടിച്ചേരലാണ് എന്ന വിഘടനവാദ ശക്തികളുടെ സമാനമായ ശബ്ദം രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെ 2023 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഭാരതത്തിലെ ജനാധിപത്യം പൂർണ്ണമായും തകർന്നു എന്ന പ്രസ്താവന രാഹുൽ നടത്തിയത്. അന്നും സമാനമായ പ്രതിഷേധങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു. കാരണം നിലവിലെ ഈ ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ആ ഭാരതത്തിൽ ജനാധിപത്യം തകർന്നു എന്നുള്ളതായിരുന്നു 2023 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ രാഹുൽ നടത്തിയത്. അന്ന് പക്ഷേ അദ്ദേഹം MP മാത്രമായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു. ഇന്ന് പക്ഷേ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട പദവി വഹിക്കുമ്പോഴാണ് വിദേശ രാജ്യത്ത് ഒരു വേദിയിലിരുന്നു കൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ ഉൽപാദന ശേഷിയെക്കുറിച്ചും സാമ്പത്തിക വളർച്ചാ നിരക്കിനെ കുറിച്ചും രാജ്യത്തിനകത്ത് മതന്യൂനപക്ഷങ്ങൾ പീഡനം നേരിടുന്നു എന്ന അടിസ്ഥാനരഹിതമായ വാർത്തയും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇത് ന്യായീകരിക്കാൻ വേണ്ടി നമുക്കറിയാം രാഹുൽ ഗാന്ധി നിരത്തിയതൊക്കെ തന്നെ അടിസ്ഥാനരഹിതമായ കണക്കുകൾ കൂടിയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളാണ് ആ പൊതുവേദിയിൽ രാഹുൽ ആവർത്തിച്ചതും. എന്തായാലും BJP ശക്തമായ ഭാഷയിൽ തന്നെ ഇതിന് മറുപടി നൽകുന്നുണ്ട്. നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.
രോഹിണി, തീർച്ചയായും ശക്തമായ മറുപടി രാജ്യത്തിന്റെ ഭരണ നേതൃത്വവും ഒപ്പം BJP നേതാക്കളും നൽകിയിട്ടുണ്ട്. കാരണം രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒന്ന്, ആദ്യ ദിവസം രാഹുൽ ഈ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് തീർത്തും അടിസ്ഥാനരഹിതമായ കണക്കുകൾ, അത് രാഹുലിനെ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അത്തരം ഡേറ്റകൾ രാഹുലിന് മുൻപിൽ ഇല്ലാഞ്ഞിട്ടോ അല്ല. കാരണം പ്രതിപക്ഷ നേതാവാണ്. ഇത്തരം കാര്യങ്ങൾ പൊതു സമൂഹത്തിന് മുൻപിൽ അല്ലെങ്കിൽ പൊതുയിടത്തിലുള്ള കണക്കുകളാണ്, രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് ഉൾപ്പെടെ. അതിൽ രാഹുൽ ചൂണ്ടിക്കാട്ടിയത് ഉൽപാദന രംഗത്ത് ഇന്ന് രാജ്യത്തിന്റെ നയങ്ങൾ പരാജയപ്പെട്ടതാണ്. ചൈന വളരെയധികം മികച്ച ഉൽപാദന രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു എന്ന പ്രതികരണം രാഹുൽ നടത്തിയപ്പോൾ ഈ കാലഘട്ടത്തിൽ ഭാരതം ഉൽപാദന രംഗത്ത് എത്രത്തോളം മുൻപോട്ട് പോയി. നേരത്തെ എല്ലാ മേഖലകളിലും ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന രാജ്യമാണെങ്കിൽ ഇന്ന് പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് കയറ്റുമതി വർദ്ധിപ്പിച്ച രാജ്യമായി ഭാരതം മാറുന്നു. വിദേശ നിക്ഷേപം ഭാരതത്തിലേക്ക് എത്തിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ട് ഉൾപ്പെടെയുള്ളവ നടപ്പാക്കിക്കൊണ്ട് ആത്മനിർഭർ ഭാരതിലൂടെ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുകയും ഉൽപാദന രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കുകയും ചെയ്യുമ്പോഴാണ് രാജ്യത്തിന്റെ ഉൽപാദന ശേഷി അല്ലെങ്കിൽ ഉൽപാദന മേഖലയിലെ കഴിവും നയവും പരാജയമാണ് എന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ വിദേശ വേദിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞത്. ഒപ്പം രാജ്യത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന് ഒരിക്കലും 4.5% മുകളിലേക്ക് സാമ്പത്തിക വളർച്ചാ നിരക്ക് നേടാൻ സാധിക്കില്ല എന്ന പ്രതികരണവും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി 7%-നടുത്തേക്ക് രാജ്യം സാമ്പത്തിക വളർച്ച നേടും എന്ന കണക്കുകൾ നമുക്ക് മുൻപിലുള്ളപ്പോഴാണ് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ വാദങ്ങളിലൂടെ ഭാരതത്തെ പരിഹസിക്കുന്നതും അപമാനിക്കുന്നതുമായിട്ടുള്ള പ്രതികരണങ്ങൾ രാഹുലിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി വിദേശവേദിയിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതാദ്യമായല്ല രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വിദേശവേദികളിൽ ഉണ്ടാകുന്നത്. ജിഷ്ണുവാണ് വിവരങ്ങൾ. ജിഷ്ണു ചൂണ്ടിക്കാട്ടിയാൽ വളരെ വിചിത്രമായ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്, അല്ലെ? ഒരു കടുത്ത ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ ഈ ആരോപണം ഉന്നയിക്കണം. കാര്യം ആദ്യം ഭിന്ദ്രൻവാലെ പോലെയുള്ള ഒരു തീവ്രവാദിയെ വളർത്തുകയും അവസാനം ഭസ്മാസുരനെ പോലെ തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തുകയും അതിന് പ്രതികാരമായി സിഖ് തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്ത ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ, അതിനു ശേഷമോ നടന്ന സിഖ് കൂട്ടക്കൊല, അത് നടത്തിയവർ തന്നെ പറയണം തലപ്പാവും കിർപ്പാണും ധരിച്ച് സിഖുകാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ജനങ്ങൾ മറുപടി നൽകുമെന്നാണ് അനുരാഗ് ഠാക്കൂറിന്റെ പ്രതികരണം. അടുത്ത അമേരിക്കൻ വിശേഷങ്ങളിലേക്ക് പോയാൽ, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇരു സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്ന സംവാദം ആരംഭിച്ചിരിക്കുകയാണ്. ഫിലാഡൽഫിയയിൽ നടക്കുന്ന 1.5 മണിക്കൂർ ചർച്ചയിൽ ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും സംവദിക്കുകയാണ്. അതിർത്തി സുരക്ഷാ ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് കമല ഹാരിസ് വ്യക്തമാക്കുന്നത്. അതിർത്തി കടന്നെത്തിയ ക്രിമിനലുകളെ നിയന്ത്രിക്കുക തന്നെ വേണം, ട്രംപ് വരുത്തിയ വിനകൾ നീക്കുകയാണ് ബൈഡനെന്നും കമല ഹാരിസ് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അമേരിക്കയുടെ തകർച്ച താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ മറുപടി. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ചൂടേറിയ സംവാദം പുരോഗമിക്കുകയാണ്. നിർണായക വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ് ട്രംപിന്റെ മുദ്രാവാക്യം, അല്ലേ ഐസൺ? തീർച്ചയായും പ്രദീപ്, ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന നിലപാടിൽ ഉറച്ചു തന്നെ ട്രംപ് നിൽക്കുന്നു. അതേസമയം അതുപോലെ തന്നെ ശക്തമായ നിലപാടുമായി കമല രംഗത്തെത്തിയിരിക്കുന്നു. അതായത് ഈ ചർച്ച തുടങ്ങിയ 6:30 ആരംഭിച്ച ചർച്ച ഇപ്പോൾ ഏതാണ്ട് പകുതിയോളം പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ, ചൂടേറിയ വാദപ്രതിവാദങ്ങൾ എന്ന് നേരത്തെ രോഹിണി പ്രതിപാദിച്ച പോലെ തന്നെയുള്ള വാദപ്രതിവാദങ്ങളാണ് ഉണ്ടാകുന്നത്. തീർച്ചയായും ഏറ്റവും ഊന്നൽ നൽകിയത്, അതായത് ട്രംപുമായുള്ള ഒരു സംവാദമായതുകൊണ്ട് തന്നെ കുടിയേറ്റ വിഷയങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്തു. ആ വിഷയത്തിൽ ട്രംപിനെതിരെ കൃത്യമായ ഒരു ആരോപണമാണ് കമല ഹാരിസിന്റെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ട്രംപ് കുടിയേറ്റ വിഷയം ഒരു ചർച്ചാ വിഷയമായും ഒരു പരിഹരിക്കപ്പെടാത്ത വിഷയവുമായും തുടരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നാൽ തങ്ങൾ നടത്തുന്നത് ആ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് എന്ന നിർണായകമായ ഒരു നിലപാടാണ് കമല ഹാരിസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെ അതിർത്തി സുരക്ഷാ ബിൽ, ബോർഡർ പ്രൊട്ടക്ഷൻ ബിൽ എന്ന് പറയുന്ന ഒരു പുതിയ നിയമവ്യവസ്ഥ തന്നെ കൊണ്ടുവരാനുള്ള നീക്കമാണ്. അതായത് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് പോലെ അതിർത്തികൾ അടച്ചിടാനുള്ള നീക്കമല്ല, അതിൽ കൃത്യമായും കുറ്റവാളികൾ കടന്നെത്തുന്നുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ കുടിയേറ്റത്തിന്റെ സാധ്യതകൾ, അത്രയും ക്രിമിനലുകൾ കടന്നു വരുന്ന സാധ്യത ഒഴിവാക്കുക എന്ന കൃത്യമായ നിലപാടാണുള്ളത്. അത്തരത്തിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കം നടത്തുമ്പോൾ ആ പ്രശ്നം ചൂടാക്കി നിർത്തുകയും ആ പ്രശ്നത്തെ പരിഹാരമില്ലാതെ തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് ട്രംപ് നടത്തുന്നത് എന്നാണ് നിലപാട് അറിയിച്ചത്. അതിന് മറുപടിയായാണ് ട്രംപ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നില്ല, അമേരിക്കയെ മഹത്തരമായ രാജ്യമാക്കി മാറ്റാനുള്ള നിലപാടാണ് തന്റേതെന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പല വിഷയങ്ങളും, അതായത്
ട്രംപിനെതിരെ വന്ന സുപ്രീം കോടതിയുടെ റൂളിംഗ്, ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ സുപ്രീം കോടതി റൂളിംഗ് ഉണ്ടായിരുന്നു. അതായത് പ്രസിഡന്റിന്റെ കാലാവധിയിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രതിരോധം, പ്രസിഡന്റ് ആയിരുന്നു എന്നതുകൊണ്ട് അതിന് സംരക്ഷണം ലഭിക്കില്ല എന്ന കൃത്യമായ നിലപാട് അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതെല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ടാണ് കമലയുടെ മുന്നേറ്റം. വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ ആശയപരമായുമുള്ള നീക്കങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള മുന്നേറ്റം തന്നെയാണ് കമലയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അബോർഷൻ ബിൽ സംബന്ധിച്ച വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായ നിലപാടുകളുണ്ടായി. അബോർഷൻ റൈറ്റുകളെ പിന്തുണയ്ക്കുന്നു എന്ന് കമല പറയുമ്പോൾ ഈ അബോർഷൻ റൈറ്റുകളെ പിന്തുണയ്ക്കുന്നത് 8 മാസവും 9 മാസവും എത്തിയ പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്യുന്നതിനുള്ള അവകാശമായി മാറും. സ്വാഭാവികമായും അത് ബേബിസൈഡൽ, അതായത് കുട്ടികളെ കൊല്ലുന്നതിനുള്ള ഒരു നീക്കമായി മാറുമെന്ന് കൃത്യമായി ട്രംപ് പ്രതികരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒന്നും കൊണ്ടും കൊടുത്തും തന്നെയാണ് വിഷയങ്ങൾ മുന്നേറുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ചർച്ചകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങൾ നേരത്തെ പരാമർശിച്ച പോലെ അതിലാണ് തുടക്കം തന്നെ ഉണ്ടായത്. ചർച്ചകളുടെ തുടക്കം തന്നെ സാമ്പത്തിക വിഷയങ്ങളിൽ തന്നെയാണ് ഉണ്ടായത്. ട്രംപിന്റെ നയങ്ങൾ പണപ്പെരുപ്പം വിളിച്ചു വരുത്തുമെന്ന് കമല ഹാരിസ് പറയുന്നു. എന്നാൽ നിലവിലെ സർക്കാർ ആരാണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ പണപ്പെരുപ്പം നിലനിൽക്കുന്നത് എന്ന നിലപാട് കൃത്യമായി ചോദിച്ചുകൊണ്ടാണ് ട്രംപ് അതിന് മറുപടിയായി പറയുന്നത്. തീർച്ചയായും ചർച്ചകൾ ശക്തമായി, രണ്ടുപേരുടെയും ആശയ ചർച്ചകൾ ശക്തമായി മുന്നേറുക തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ഓരോ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥികളും, അതായത് ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രകടനം നടത്തുന്നു. കൃത്യമായ ഗൃഹപാഠം അവർ നടത്തിയിരിക്കുന്നു എന്നത് വ്യക്തമാണ് ഓരോ ചർച്ചകളിലെ ഓരോ നിലപാടുകളിലും. അത് ആർഗ്യുമെന്റ് പോയിന്റുകളിലായാലും അതുപോലെ തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിനായാലും കൗണ്ടർ ആർഗ്യുമെന്റ് ഉന്നയിക്കുന്നതിനായാലും കൃത്യമായ ഒരു പ്രൊഫഷണൽ ശൈലിയിൽ നിന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായി പറയാവുന്ന ഉന്നതമായ ഒരു നിലവാരത്തിൽ തന്നെ ചർച്ച പുരോഗമിക്കുന്നു. എന്ത് തന്നെയായാലും കമല ഹാരിസിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും ആദ്യഘട്ടത്തിലുള്ള സംവാദം ശക്തമായും ചൂടേറിയതായും അതുപോലെ തന്നെ അമേരിക്കയുടെ ജനതയുടെ നിർണായക അവകാശങ്ങളെയും അതുപോലെ തന്നെ പ്രശ്നങ്ങളെയും പരാമർശിക്കുന്നതുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രദീപ്. അതെ, എന്തായാലും ചൂടേറിയ സംവാദം തന്നെയാണ് പുരോഗമിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ സൂചിപ്പിച്ചു, ഈ സംവാദത്തിന് ചില രസകരമായ നിബന്ധനകളുണ്ട്. കാരണം ഇതിൽ ടെലിവിഷൻ സ്ക്രീനിൻ്റെ ഏത് ഭാഗത്തായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കാം. അതോടൊപ്പം തന്നെ ആരാണ് അവസാനം പറഞ്ഞു നിർത്തേണ്ടത്, അതൊക്കെ തന്നെ ഒരു നാണയത്തുട്ടിലാണ് ഇരിക്കുന്നത്, അല്ലേ? അതെ, ഈ ക്രിക്കറ്റിൽ ബാറ്റിങ്ങും ബോളിങ്ങും തീരുമാനിക്കുന്ന ടോസ് പോലെ തന്നെ കോയിൻ ഫ്ലിപ്പ് ചെയ്താണ് തുടങ്ങിയത്. ഫ്ലിപ്പിൽ ഈ ടോസ് നേടിയത് ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ രണ്ട് ഓപ്ഷൻ, രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ പോഡിയം പൊസിഷൻ തിരഞ്ഞെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അവസാനത്തെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടു പേർക്കും ഓരോ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ സംഗ്രഹിച്ചുകൊണ്ടുള്ള ഉപഗ്രഹ വാദം എന്ന് വേണമെങ്കിൽ പറയാം. വാദങ്ങൾക്കെല്ലാം 2 മിനിറ്റ് മാത്രമാണ്. അതിനിടയിൽ ഒരു കൂട്ടിച്ചേർക്കലുണ്ടല്ലേ, 1 മിനിറ്റ് അനുവദിക്കും ഫോളോ അപ്പിന് വേണ്ടി, അതല്ലെങ്കിൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്. എന്തായാലും ട്രംപ് തിരഞ്ഞെടുത്തത് ലാസ്റ്റ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ മറ്റു മാർഗമില്ല. കമല ഹാരിസ് ടെലിവിഷൻ സ്ക്രീനിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന പോഡിയം തിരഞ്ഞെടുത്തു. സ്ക്രീനിൽ കാണുമ്പോൾ, കാര്യം ഇത് അവിടെ ഇരുന്ന് കാണുന്നവരിൽ അപ്പുറം ABC നെറ്റ്വർക്കിലൂടെ ലോകമെമ്പാടും ഉള്ള ജനങ്ങൾ കാണുന്നു, ഒപ്പം വോട്ടർമാർ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൊസിഷൻ കമല ഹാരിസ് തിരഞ്ഞെടുക്കുകയായിരുന്നു. നമുക്കിപ്പോൾ വാദം കാണുമ്പോൾ ടെലിവിഷൻ സ്ക്രീനിൻ്റെ വലതുവശത്ത് കമല ഹാരിസിനെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ട്രംപ് ഈ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് പിന്നിലും ഉണ്ട് ഒരു സംഗതി. ഈ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു വാദവുമില്ല, ഒരു മറുവാദവുമില്ല. അപ്പോൾ എന്തെങ്കിലും അവസാന റൗണ്ടിൽ ഒരു ആക്രമണമോ മറ്റെന്തെങ്കിലും നിലപാടോ ഉണ്ട് കഴിഞ്ഞാൽ അതിനെ അടച്ച് പരമാവധി തീർത്തടിക്കുക എന്നുള്ളൊരു നയമാണ്. അതുപോലെ തന്നെയാണ് ട്രംപിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ട്രംപിന്റെ ശൈലിയും അതെ, വളരെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള വളരെ അസർട്ടീവായി തന്നെ സംസാരിക്കുന്ന ഒരു ശൈലി കൂടിയാണ്. അപ്പോൾ കമല ഹാരിസ് കാര്യകാരണ സഹിതം കണക്കുകൾ നിരത്താൻ നോക്കുമ്പോൾ ഇത് തീർത്തടിക്കുക എന്നുള്ള ശൈലിയിൽ മുന്നേറാം എന്നുള്ളതാണ് കാര്യം. തൊട്ടാണ് നെക്ക് ആൻഡ് നെക്ക് എന്ന് പറയുന്നത്. തുടക്കത്തിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്നത്. ഈ അല്പം മുമ്പ്, അതായത് ഇന്ത്യൻ സമയം 6:30, കൃത്യം 6:30 ഈ സംവാദം ആരംഭിച്ചത്. എന്തായാലും ഈ സംവാദം തുടങ്ങുന്നതിന് മുമ്പ് 48-47 എന്നുള്ള വളരെ നെക്ക് ആൻഡ് നെക്ക് അവസ്ഥയിലായിരുന്നു. വളരെയധികം മുമ്പിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡനേക്കാൾ. പക്ഷേ കമല ഹാരിസ് രംഗത്തെത്തിയോടുകൂടി നമ്മൾ ഓർക്കണം, ഈ ഡിബേറ്റിൽ പരിക്കേറ്റാണ് ബൈഡൻ പുറത്തു പോയത്. വാദങ്ങൾക്കൊന്നും മറുവാദം ഉയർത്താനാവാതെ പേരും സ്ഥലവും ഒക്കെ തെറ്റിച്ച് ഓർമ്മയില്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞ് നിരന്തരമായ ആക്ഷേപം ഡൊണാൾഡ് ട്രംപിൽ നിന്നും ഒടുവിൽ സ്വന്തം ഡെമോക്രാറ്റ് ക്യാമ്പിൽ നിന്നും നേരിട്ട ബൈഡൻ പിൻവാങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ വിരമിക്കുകയായിരുന്നു. അങ്ങനെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസിന് നറുക്ക് വീണത്. എന്തായാലും ഈ
സംവാദത്തോടുകൂടി ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള ആദ്യത്തെ സംവാദം, കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നേരിട്ടുള്ള ആദ്യത്തെ സംവാദത്തിനൊടുവിൽ അറിയാം ഈ ലീഡ് നില എങ്ങോട്ടേക്കാണ്, ഈ പോൾസ് എന്ന് സൂചിപ്പിക്കുന്ന വോട്ടർമാരുടെ മനസ്സ് ചാഞ്ചാട്ടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലേ. പുത്തൻപുലരിയുടെ തുടക്കത്തിൽ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ഇങ്ങനെ പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ ഭാരതത്തിനൊരു അഭിമാന മുഹൂർത്തം കൂടിയുണ്ട് ഇന്ന്. അതായത് സ്വാമി വിവേകാനന്ദൻ്റെ വിശ്വപ്രസിദ്ധമായ ഷിക്കാഗോ പ്രസംഗത്തിൻ്റെ 131 വാർഷികം ആണ്. 1893 സെപ്റ്റംബർ 11 ലോക മത സമ്മേളനത്തിൽ ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ച് സ്വാമി വിവേകാനന്ദൻ സദസ്സിനെ കോരിത്തരിപ്പിച്ചത്. അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ എന്നുള്ള ഒറ്റ വാചകം കൊണ്ട് ആഗോള സമൂഹത്തെ ആ 30കാരൻ തന്നിലേക്ക് സന്നിവേശിപ്പിച്ചു. Sisters and brothers of America, മിനിറ്റുകൾ നീണ്ടുനിന്ന കരഘോഷത്തോടെ ഷിക്കാഗോ അന്നേ വരെ ശ്രവിക്കാത്ത മഹത് പ്രഭാഷണമായിരുന്നു അത്. സ്വാമി വിവേകാനന്ദനിലൂടെ ലോകം ചെവിക്കൊണ്ടത് ഭാരതത്തിൻ്റെ മഹത് സന്ദേശങ്ങൾ തന്നെ. സമ്മേളനത്തിൻ്റെ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ 5 തവണയാണ് സംസാരിക്കാൻ സ്വാമിജിയെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. വിവേകാനന്ദൻ മതങ്ങളുടെ പാർലമെന്റിലെ ഏറ്റവും വലിയ മനുഷ്യനെന്നാണ് ഷിക്കാഗോ പ്രസംഗത്തിൻ്റെ പിറ്റേന്ന് രാവിലെ പ്രസിദ്ധീകരിച്ച ന്യൂയോർക്ക് ഹെറാൾഡ് വിശേഷിപ്പിച്ചത്. പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഊഷ്മളവും ഹൃദ്യവുമായ സ്വീകരണത്തിൽ എൻ്റെ ഹൃദയം അളവറ്റ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നത്രേ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. എല്ലാ മതങ്ങളുടെയും മാതാവിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എല്ലാ ജാതികളിലും വിഭാഗങ്ങളിലും പെട്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ പേരിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. 468 വാക്കുകളിൽ ഒതുങ്ങിയ ആ മഹാപ്രഭാഷണം അങ്ങനെ എത്രയോ വാക്കുകളാൽ ധന്യം. സഹിഷ്ണുതയും സാർവത്രിക സ്വീകാര്യതയും ലോകത്തെ പഠിപ്പിച്ച ഒരു മതത്തിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഓരോ ഭാരതീയനും അഭിമാന നിമിഷങ്ങളിൽ ആറാടി. ഞങ്ങൾ സാർവത്രിക സഹിഷ്ണുതയിൽ വിശ്വസിക്കുക മാത്രമല്ല, എല്ലാ മതങ്ങളെയും സത്യമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. ഭൂമിയിലെ എല്ലാ മതങ്ങളിലെയും രാഷ്ട്രങ്ങളിലെയും പീഡിപ്പിക്കപ്പെട്ടവർക്കും അഭയാർത്ഥികൾക്കും അഭയം നൽകിയ ഈ രാജ്യത്തെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. ഇതുകൂടി പ്രഘോഷിച്ചതിലൂടെ ഭാരതം എന്തെന്ന് ലോകം തിരിച്ചറിയുകയായിരുന്നു. വർഗീയതയും മതാന്ധതയും അതിൻ്റെ ഭീകരമായ പിൻഗാമികളുടെ മതപരമായ പിടിവാശിയും ഈ മനോഹരമായ ഭൂമിയെ വളരെക്കാലമായി അതിൻ്റെ പിടിയിൽ പിടിച്ചിരിക്കുന്നു. അവർ ഈ ഭൂമിയെ അക്രമം കൊണ്ട് നിറച്ചു. ഈ ഭൂമി പലതവണ രക്തത്താൽ ചുവന്നു. എത്ര നാഗരികതകൾ നശിപ്പിക്കപ്പെട്ടു, എത്ര രാജ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന് ആർക്കറിയാം. ഈ രാക്ഷസന്മാർ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ സമൂഹം ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചമായേനെ. പക്ഷേ അവരുടെ കാലം ഇപ്പോൾ അവസാനിച്ചു. ഈ സമ്മേളനത്തിൻ്റെ കാഹളം എല്ലാത്തരം മതാന്ധതയും പിടിവാശിയും കഷ്ടപ്പാടുകളും വിനാശകരമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും സ്വാമിജി പറഞ്ഞു വെച്ചു. ലോകമതങ്ങളുടെ പാർലമെന്റിൽ യഹൂദമതം, ഇസ്ലാം മതം, ബുദ്ധമതം, പാഴ്സി, കത്തോലിക്കർ, പ്രൊട്ടസ്റ്റന്റ് തുടങ്ങിയവ ഉൾപ്പെട്ട ലോകമെമ്പാടുമുള്ള പ്രധാന മതങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അവിടെയായിരുന്നു കാഷായ വേഷവും കാഷായ തലപ്പാവും അണിഞ്ഞ 30കാരനായ ഹൈന്ദവ സന്യാസിയുടെ പ്രചണ്ഡമായ പ്രഭാഷണ ചാരുത പ്രോജ്വലിച്ചത്. ഭാരതീയ വേദങ്ങൾ എന്നാൽ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ആളുകൾ കണ്ടുപിടിച്ച ആത്മീയ സത്യങ്ങളുടെ സഞ്ചിത കോർപ്പസ് എന്നാണ് വിവേകാനന്ദൻ വ്യാഖ്യാനിച്ചത്. വിശുദ്ധനും ശുദ്ധനുമായ മനുഷ്യൻ ഈ ജീവിതത്തിൽ ദൈവമെന്ന് ഉറക്കെ പറയാൻ ചങ്കൂറ്റം കാട്ടിയ ഋഷിപണ്ഡിതനായ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോ പ്രസംഗത്തിന്റെ ഓർമ്മകളിൽ ഓരോ തവണയും നമ്മുടെ കാതുകളിൽ പ്രതിധ്വനിയോടെ അനശ്വര സാന്നിധ്യമേകുന്നു. വിവേകാനന്ദ സ്മരണകൾക്ക് മുമ്പിൽ ജനൻ ടിവിയുടെയും ശതകോടി പ്രണാമം. according to his own law of growth, if the parliament of religions has shown anything to the world, it is this. It has proved to the world that holiness, purity and charity are not the exclusive possessions of any church in the world, and that every system has produced men and women of the most exalted character. ന്യൂസ് ഡെസ്ക് ജനം. പുലരി തുടരുകയാണ്. ഇനിയൊരു പ്രധാന വാർത്തകളിലേക്ക്. തലസ്ഥാനത്ത് നിന്ന് വിവാദങ്ങൾക്കിടെ നൽകിയ അവധി അപേക്ഷ പിൻവലിച്ച് ADGP MR അജിത് കുമാർ. അവധി വേണ്ടെന്ന് സർക്കാരിന് കത്ത് നൽകി. ശനിയാഴ്ച മുതൽ 4 ദിവസത്തേക്കായിരുന്നു അവധി അപേക്ഷ. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന്
പ്രജിത്ത്, നാടകീയമാണല്ലോ ഈ മലക്കം മറിച്ചൽ. എന്താണ് സംഭവിക്കുന്നത്? പ്രദീപ്, അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിൽ അവധിക്ക് പ്രവേശിക്കാനുള്ള അപേക്ഷ അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ADGP പോയത്. നേരത്തെ ഈ വിവാദങ്ങൾ ഉയർന്ന സമയത്ത് ADGPയെ മാറ്റി നിർത്താത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. അത് CPI പോലും ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. പക്ഷേ മുഖ്യമന്ത്രി അപ്പോഴും മൗനം പാലിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ADGP MR അജിത് കുമാർ അവധിക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. ഇത് സംബന്ധിച്ച് അദ്ദേഹം അപേക്ഷ നൽകിയിരുന്നു. ഈ അവധിക്ക് പോകുന്നത് നേരത്തെ തന്നെ താൻ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നടക്കമുള്ള പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഈ രീതിയിലൊരു അവധി അപേക്ഷ പിൻവലിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നത്. അതിന് പിന്നിലുള്ള കാരണം എന്തെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് അത് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹം അവധിക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതായത് ഒരു നടപടി അല്ലെങ്കിൽ കൂടി താൽക്കാലികമായി മാറി നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു വിശദീകരണമൊക്കെ വന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതായത് ADGP MR അജിത് കുമാർ അദ്ദേഹം അവധിക്കും പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ ഇതേ സ്ഥാനത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട്, ഇതേ ചുമതലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള പരാതികൾ പരിശോധിക്കുന്ന ഒരു സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് കേരള പോലീസ് പോകുന്നത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളും എന്തായാലും വരും ദിവസങ്ങളിലും സജീവമാകും. കാരണം ഈ അവധി അപേക്ഷ പിൻവലിക്കണമെങ്കിൽ അത് ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള അനുമതിയൊക്കെ കിട്ടാതെ അത്തരത്തിൽ ADGP MR അജിത് കുമാർ ചെയ്യുമെന്ന് കരുതാനും വയ്യ. അപ്പോൾ ഈ അവധി അപേക്ഷ പിൻവലിക്കാനുണ്ടായ സാഹചര്യം എന്ത് എന്നുള്ള കാര്യത്തിൽ ADGP തന്നെയാണ് പ്രാഥമികമായ ഒരു വിശദീകരണം നൽകേണ്ടത്. അത് അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോടൊപ്പം പ്രജിത്ത്, നമുക്കറിയാം ADGP MR അജിത് കുമാറിന്റെ വിഷയത്തിൽ CPM-ന് ഉള്ളിൽ നിന്ന് തന്നെ എതിരഭിപ്രായം ഉയർന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ADGPയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം വേണം എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ADGP അവധിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വന്നത്. അപ്പോഴും അജിത് കുമാർ വ്യക്തമാക്കിയത് തന്റെ സ്വകാര്യ ആവശ്യത്തിനായി മാറി നിൽക്കുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആ അവധി അപേക്ഷ പോലും പിൻവലിച്ച് ADGP തൽസ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതിലാണ് ഇപ്പോഴും അഭ്യൂഹവും അല്ലെങ്കിൽ ഒരുതരം അവ്യക്തതയും നിലനിൽക്കുന്നത്. കൃത്യമാണ്. കാരണം ഈ വിമർശനങ്ങൾ വരുന്നതെല്ലാം അദ്ദേഹം ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു അന്വേഷണം അത് DGP ആണ്ട് നേതൃത്വത്തിലാണ് നടത്തുന്നതെങ്കിൽ കൂടി തന്നെ ആ സംഘത്തിലൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിൽ പരിശോധനകളൊക്കെ നടത്തേണ്ട അദ്ദേഹത്തിനും താഴ്ന്ന, അതായത് സബോർഡിനേറ്റായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരം പരിശോധനകളുടെയൊക്കെ ഭാഗമാകുന്നു എന്നുള്ളൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു സങ്കീർണമായ ഒരു സാഹചര്യം അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു പരിശോധന എത്രത്തോളം ഒരു നീതിയുക്തമായിരിക്കും എന്നടക്കമുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ BJP അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളൊക്കെ നേരത്തെ തന്നെ ഉയർത്തുന്നതാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്. കാരണം അജിത് കുമാറിലേക്ക് നടപടികൾ നീങ്ങിയാൽ അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് നടപടികൾ നീങ്ങേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കും. ഒരു സമ്മർദ്ദം കൂടുതൽ സർക്കാരിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു നടപടികളിലേക്ക് സർക്കാർ ഈ ഘട്ടത്തിലും പോകാത്തത് എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ സർക്കാരിന്റെ തരത്തിൽ നിന്നൊരു സംരക്ഷണം ADGPക്ക് MR അജിത് കുമാറിന് നിലവിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പോലീസ് വൃത്തങ്ങളിലെ തന്നെ ഒരു ചർച്ചയായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തുടർ നടപടികൾ ഉണ്ടാകാത്തൊരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇദ്ദേഹം അവധിക്ക് പോകുന്നു എന്നുള്ള ഒരു താൽക്കാലിക വിശദീകരണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബഫറിംഗ്, ഈ വിവാദങ്ങൾക്ക് ഒരു ബഫർ സോൺ പോലെയോ അല്ലെങ്കിൽ അജിത് കുമാറിന്റെ സാന്നിധ്യത്തിൽ ഒരു ബഫറിംഗ് പോലെയോ മാറ്റി നിർത്തലിന്റെ ഒരു സൂചന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒന്ന് വിലയിരുത്താവുന്ന അല്ലെങ്കിൽ വാദിക്കാവുന്ന രീതിയിൽ ഒരു സർക്കാർ നമുക്കറിയാം ഈ വിവാദങ്ങൾക്കിടെയാണ് ഇന്ന് നിർണായക LDF യോഗവും ചേരുന്നത്. TP രാമകൃഷ്ണൻ കൺവീനർ ആയതിനു ശേഷമുള്ള ആദ്യ യോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ സജീവ ചർച്ചയാകും. എന്തായാലും അതൃപ്തിയും നിലപാടുമൊക്കെ ഈ യോഗത്തിൽ കൃത്യമായി CPI ഉന്നയിക്കും, അറിയിക്കും, എതിർസ്വരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ പ്രജിത്ത്?
അതെ, കാരണം EP പോയി TP വന്നതിന് ശേഷമുള്ള ആദ്യത്തെ LDF കൺവീനർ LDF യോഗമാണ് ഇന്ന് ചേരുന്നത്. അതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ ADGPയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി ഏത് രീതിയിലുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു നിലപാട് യോഗത്തിൽ സ്വീകരിക്കുമെന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിനെതിരെ ADGPക്കെതിരെ അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളിൽ പോലീസ് തന്നെ പരിശോധന നടത്തുമെന്നുള്ള ഒരു വിശദീകരണമായിരിക്കും മുഖ്യമന്ത്രി നൽകുക. അതിനുശേഷം ആ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളും നടപടികളും മതി എന്നുള്ളൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ CPI യോഗത്തിൽ എന്ത് പറയുമെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കാരണം ഈ പരസ്യ വിമർശനത്തിന് പോലും CPIയും CPIയുടെ പല സംഘടനകളുമൊക്കെ തയ്യാറായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ യോഗങ്ങളിൽ ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇടതുമുന്നണി യോഗത്തിൽ ഇത് ശക്തമായി ഉന്നയിക്കണമെന്ന ആവശ്യവും CPIയുടെ പല പോഷക സംഘടനകളിൽ നിന്നുമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ CPI ഈ ADGPയെ മാറ്റി നിർത്തണമെന്നുള്ളൊരു ആവശ്യം ഈ യോഗത്തിൽ ഉയർത്തും. അതോടൊപ്പം RJD പോലെയുള്ള സംഘടനകൾ, NCP ഇവരൊക്കെ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് കൃത്യമായി യോഗത്തിൽ അറിയിക്കും. എന്തായാലും മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്തായിരിക്കും എന്നുള്ളതാണ് നിർണായകമാകുന്നത്. ഇത്തരത്തിൽ സജീവമായ ചർച്ചയായി ഈ വിഷയം തന്നെയാണ് പ്രജിത്ത്. ഒരു കാര്യം കൂടി, ഇത് ഒരു ഘട്ടത്തിൽ ADGP അജിത് കുമാറിനെ മാറ്റും എന്നുള്ളൊരു അവസ്ഥയെത്തി. അജിത് കുമാർ മുഖ്യമന്ത്രിയെ ഒന്നിലധികം തവണ സന്ദർശിച്ചു. വളരെ ശക്തമായ സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നിന്ന് CPIയിൽ നിന്ന് ഉയർന്നു. മാറ്റാൻ തീരുമാനിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടായ മലക്കമറിച്ചിലിന് കാരണം എന്താണ്? കാരണം അജിത് കുമാറിന് എതിരെ ഉയർന്ന അല്ലെങ്കിൽ ഉയർത്തിയ ആരോപണങ്ങൾ ശ്രീ PV അൻവർ MLA അത് അത്രയോ അതിനേക്കാൾ അല്പം കൂടി കടുപ്പം കൂട്ടിയോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഉയർത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണങ്ങളുടെ പേരിൽ അജിത് കുമാറിനെ മാറ്റിയാൽ P ശശിയെയും മാറ്റേണ്ടി വരും എന്നുള്ളൊരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടാണോ തൽക്കാലം അജിത് കുമാറിനെ കൈവിടാതിരിക്കുന്നത് പ്രജിത്ത്? പ്രദീപ്, നിലവിലത്തെ സാഹചര്യത്തിൽ അത് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് എല്ലാം ഉയരുന്ന വിലയിരുത്തൽ എന്ന് പറയുന്നത്. കാരണം ഈ ADGPയെ ആ സ്ഥലത്ത് നിന്ന് മാറ്റുമ്പോൾ ഭരണകക്ഷി MLAയുടെ ഇത്ര വലിയ ആരോപണങ്ങളിൽ ADGPക്ക് താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ നടപടി സ്വീകരിച്ച വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. അൻവറിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതെന്നുള്ളതാണ് വിലയിരുത്തലുകളൊക്കെ. അതിനുശേഷവും ADGPക്കെതിരെ ഉയർത്തിയ രൂക്ഷമായ ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിനെതിരെ വധശ്രമമടക്കമുള്ള അല്ലെങ്കിൽ കൊലപാതകമടക്കം നടത്തിയിട്ടുണ്ടെന്ന രീതിയിലുള്ള സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ അൻവർ ഉയർത്തിയിരുന്നു. കള്ളക്കടത്ത് സംഘങ്ങളുമായി, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന രീതിയിലുള്ള അങ്ങനെ വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തെ ഒരു പോലീസ് മേധാവി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാൾക്കെതിരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നു. പക്ഷേ സാധാരണഗതിയിൽ മറ്റൊരു സർക്കാരാണെങ്കിൽ അദ്ദേഹത്തെ കൈവിടേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്നിട്ട് കൂടി ADGPയെ സംരക്ഷിച്ച നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അതിന് പിന്നിൽ എന്താണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ ADGPക്ക് സമാനമായി ADGPയിൽ നിന്ന് ആരാണ് ADGPയെ സംരക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ അൻവർ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത് എപ്പോഴും ഉയർന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയാണ്. P ശശിക്കെതിരെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ രേഖാമൂലം പരാതി നൽകുമെന്നുമൊക്കെ അൻവർ പറഞ്ഞതാണ്. മാധ്യമ വിമർശനങ്ങൾ മാത്രമാണ് അൻവർ നടത്തിയതെന്നൊക്കെയുള്ള ചൂണ്ടിക്കാട്ടി CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അൻവർ കൃത്യമായി P ശശിയെ ലക്ഷ്യം വെച്ച സമയത്ത് അതിനൊപ്പം താഴെ നിൽക്കുന്ന, അതായത് തൊട്ട് താഴെ നിൽക്കുന്ന ADGPക്കെതിരെ നടപടി വന്നാൽ P ശശിക്കെതിരെ നടപടി എടുക്കേണ്ട അല്ലെങ്കിൽ അതിലൊരു ഫാൾ ഔട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മുഖ്യമന്ത്രിക്ക് നിലവിൽ തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭരണകക്ഷി MLA ആണ്. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ, ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെതിരെ, അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയത്. അപ്പോൾ ADGPക്കെതിരെ നടപടി ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ ഉണ്ടായാൽ അത് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ഈ ആഭ്യന്തര വകുപ്പിന്റെ ഭരണത്തിൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്ന വലിയ വീഴ്ചകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പൂർണ്ണ പരാജയമാണെന്ന് പാർട്ടി സമ്മതിക്കുന്ന രീതിയിലേക്ക് ആയി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുക എന്നുള്ളതാണ് ADGPക്കെതിരായ നടപടികൾ തടയുന്നതിലൂടെ, അല്ലെങ്കിൽ ADGPയെ ഇപ്പോഴും ഈ സ്ഥാനത്ത് തന്നെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു അവധിയിൽ പോകുന്ന സാഹചര്യം പോലും സൃഷ്ടിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ അകമഴിഞ്ഞ പിന്തുണ ഇടതുമുന്നണിയിൽ പോലും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിട്ടും ഘടകകക്ഷികൾക്ക് പോലും വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിട്ടും CPMൽ പോലും ഒരു വിഭാഗം MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യം കൃത്യമായി പാർട്ടി വേദികളിൽ ആ നിലപാട് സ്വീകരിക്കുമ്പോഴും അൻവറിന്റെ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് എന്ന് പറയുമ്പോഴും നടപടികൾ ഉണ്ടാകാത്തതിന് പിന്നിൽ
പി ശശിയെ സംരക്ഷിച്ചു നിർത്തണം. അതുവഴി മുഖ്യമന്ത്രിയിലേക്കും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പോകാതെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളിലേക്കും കാര്യങ്ങൾ പോകാതിരിക്കണം എന്നുള്ളതാണ് നിലപാട്. ശരി, താങ്ക് യു പ്രജിത്ത്. വിവാദങ്ങൾ തീരുന്നില്ല. പോലീസിലെ വിവാദങ്ങൾ മാലപ്പടക്കം പോലെ പൊട്ടി മലപ്പുറത്തെത്തി നിൽക്കുകയാണ്. ആ വാർത്തയിലേക്ക് വരാം. പോലീസ് വിവാദ പരമ്പരയിൽ അടുത്തത് മലപ്പുറത്താണ്. മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണി നടത്തി സർക്കാർ. മലപ്പുറം SP S ശശിധരനെയും DYSPമാരെയും മാറ്റി. പോലീസ് ആസ്ഥാന AIG വിശ്വനാഥ് മലപ്പുറം SP ആകും. മുട്ടിൽ മരമുറി കേസിലെ ഉദ്യോഗസ്ഥൻ താനൂർ DYSP ബെന്നിയെയും സ്ഥലം മാറ്റി. കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കാണ് സ്ഥലമാറ്റം. മലപ്പുറം പോലീസിനെ കുറിച്ച് വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നടപടി. ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, ഈ നടപടികൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരോപണങ്ങൾ ഉയർന്നവരെയാണോ സ്ഥലം മാറ്റിയിരിക്കുന്നത്, അതോ മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെയാണോ സ്ഥലം മാറ്റിയിരിക്കുന്നത്? ആരെയാണ് തൃപ്തിപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നത്? പ്രദീപ്, സംസ്ഥാന പോലീസിനെ വരെ പിടിച്ചുകുലുക്കിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് മലപ്പുറത്തു നിന്നായിരുന്നു. നമുക്കറിയാം, മലപ്പുറത്തെ പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിൽ PV അൻവർ നിലവിലെ SP ആയ ശശിധരനെ ആക്ഷേപിച്ചോടുകൂടി തന്നെയാണ് പല വിഷയങ്ങളും പുറത്തു ചാടി വരുന്നത്. അതിൻ്റെ ഒരു അവസാന ഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വൻ അഴിച്ചുപണി. മലപ്പുറത്തെ SP ആയ ശശിധരനെ മാറ്റിക്കൊണ്ട് പോലീസ് ആസ്ഥാനത്തെ AIG വിശ്വനാഥനെ പകരം മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഈ മുട്ടിൽ മരമുറി കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബെന്നിയെ കോഴിക്കോട് റൂറലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ പോലീസിനുള്ളിലെ ഈ ഒരു അഴിച്ചുപണി സർക്കാർ താൽക്കാലികമായി മുഖം രക്ഷിക്കാനാണെന്നുള്ള ഒരു വാദമാണ് പൊതുവെ പ്രതിപക്ഷം ഉയർത്തുന്നത്. ഈ പോലീസ് ആഭ്യന്തര വകുപ്പിനെതിരെ നിരന്തരമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു തടയിടുക എന്നൊരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി സർക്കാർ കൈക്കൊണ്ടത് എന്നാണ് പ്രതിപക്ഷം അതിന് ശേഷവും ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് അടക്കം ആരോപിക്കുന്നത്. പ്രധാനമായും ഈ മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരുന്നത്. അതിൽ ഒന്നാമത്തെ ആരോപണം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനകത്തെ തടി മുറിച്ചു മാറ്റിയ വിഷയമായിരുന്നു. രണ്ടാമത്തേത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തു എന്നുള്ള മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ മുൻ SP സുജിദാസിനെതിരെ ആരോപിച്ചിരുന്നു. അദ്ദേഹത്തെ നേരത്തെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റുകയും തുടർന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർ നടപടിയാണ് ഇപ്പോൾ മലപ്പുറം പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം താഴെ തട്ടിലേക്ക് അടക്കം SHOമാരെ അടക്കമുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലം മാറ്റത്തിന് മലപ്പുറം ജില്ലയിലൊട്ടാകെ ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇവിടെ ഉയർന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ADGPക്കെതിരാണ്. പ്രത്യേകിച്ച് ഈ PV അൻവർ MLA ആരോപണം ഉന്നയിച്ച മുഴുവൻ ആളുകളെയും ഇപ്പോൾ ഈ മലപ്പുറത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ADGP അജിത് കുമാറിനെ മാത്രമാണ് അത്തരത്തിൽ സർക്കാർ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നുള്ളൊരു ആരോപണമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ MP KT ജലീൽ MLA KT ജലീൽ ഉന്നയിച്ചത് രണ്ടാമത്തെ വിക്കറ്റും വീഴുമെന്നായിരുന്നു. കാരണം ആദ്യം സുജിത് ദാസിനെ മാറ്റിയപ്പോൾ ആദ്യത്തെ വിക്കറ്റ് തെറിച്ചുവെന്ന് PV അൻവർ പറഞ്ഞിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KT ജലീൽ പറയുന്നു മലപ്പുറത്തെ രണ്ടാമത്തെ വിക്കറ്റും വീണിരിക്കുന്നു. ഇനി വീഴാനുള്ളത്, ഇനി തെറിക്കാനുള്ളത് ഒരു വമ്പൻ സ്രാവിന്റെ കുറ്റിയാണെന്നാണ് KT ജലീൽ പറഞ്ഞത്. മാത്രമല്ല, ഈ PV അൻവറിന് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് മലപ്പുറത്തെ ഈ പോലീസിനെതിരെയുള്ള പരാതികൾ സ്വീകരിക്കുന്നതിനായി അദ്ദേഹം ഒരു വാട്സപ്പ് നമ്പർ എടുത്തിരുന്നു. ആ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്താൽ നൂറുകണക്കിന് വാട്സപ്പ് നമ്പറുകൾ ലഭിക്കുമെന്നാണ് അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. എന്തായാലും സർക്കാർ താൽക്കാലികമായിട്ട് മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ പുഴുക്കുത്തുകൾ ഇനിയുമുണ്ട്. എന്തായാലും ഭരണപക്ഷത്തെ MLA നിന്ന് തന്നെ ആരോപണങ്ങൾക്ക് തുടർച്ചയായാണ് ഇത്തരത്തിൽ സർക്കാർ ഒരു നടപടിയെടുത്തത് എന്നുള്ളത് വളരെ വൈരുദ്ധ്യമാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ മലപ്പുറത്തെ പല പോലീസ് ഉദ്യോഗസ്ഥരെയും വ്യാപകമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു യുവതി ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട് പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വന്നിരുന്നു. അപ്പോൾ അതിന്റെ എല്ലാം ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന ഈ അടിച്ചുപണി. പക്ഷേ എപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ADGPയുടെ കാര്യത്തിൽ സർക്കാർ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. പ്രദീപ്, ആനന്ദ്, വളരെ വിചിത്രമായിരിക്കുന്നു. അപ്പോൾ PV അൻവർ MLA ADGPക്കും P ശശിക്കും എതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഒരു ഏതാനും ദിവസങ്ങൾക്ക് നീണ്ട വാദപ്രതിവാദം കോലാഹലങ്ങൾക്കൊടുവിൽ മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ ശരം തൊടുത്തതെന്നുള്ളത് വളരെ രസകരമായ ഒരു ചോദ്യമായി അവശേഷിക്കുകയല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അതായത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ കൊലപാതക ശ്രമം അടക്കമാണ് PV അൻവർ ആരോപിച്ചത്. മാത്രമല്ല, ഈ സ്വർണ്ണ കേസ് കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള
ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അട്ടിമറികൾ മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളും അട്ടിമറികളും ADGP നടത്തിയിട്ടുണ്ടെന്ന് PV അൻവർ MLA പരസ്യമായി പറയുന്നു. ഇതിനെല്ലാം തെളിവുകൾ തരാൻ താൻ തയ്യാറാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപിൽ ഈ എല്ലാ തെളിവുകളും ഹാജരാക്കുന്ന അൻവർ പരസ്യമായി തന്നെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ പരസ്യമായി തന്നെ വെല്ലുവിളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല കഴിഞ്ഞ ദിവസം അൻവർ സർക്കാരിനോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യവും അത് തന്നെയാണ്. അതായത് ഈ ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രമല്ല ആ തൽസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണം. മാത്രമല്ല ഇദ്ദേഹത്തിന് നേരെ ഇന്റലിജൻസിന്റെ ഒരു നിരീക്ഷണം നിരന്തരം ഉണ്ടാവണമെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ഈ ADGPയെ മാറ്റാതെ താൽക്കാലികമായി തന്നെ ഈ മലപ്പുറത്ത് ഈ മുട്ടിൽ മരമൂർ കേസ് അന്വേഷിച്ച ഈ DYSPയെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നു. അതിലെ ഒരു വൈരുദ്ധ്യം, അതിലെ ചില രാഷ്ട്രീയ അട്ടിമറികൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഉള്ള. കാരണം തല മാറ്റാതെ വാലുകളെ മാറ്റുന്ന ഒരു രീതിയിലേക്ക് സർക്കാർ എത്തുന്നു. തല മാറുമോ തല വീഴുമോ എന്നുള്ളത് എന്തായാലും ഇന്നത്തെ യോഗത്തിന് ശേഷം അറിയാമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പോലീസിന്റെ ഈ ഒരു വൈരുദ്ധ്യമായ ഒരു വിചിത്രമായിട്ടുള്ള ഒരു നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മാറേണ്ടവരെ ആദ്യം മാറ്റാതെ രണ്ടാം ഘട്ടത്തിലേക്ക് പോലീസ് രണ്ടാം തലത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു എന്നതിനാണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം. റൈറ്റ്, ആനന്ദ് പുത്തൂരാണ് വിവരങ്ങളുമായി ചേർന്നത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് തിരികെ എത്താം. ഇനി പുത്തൻ പുലരി തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ പറഞ്ഞ ആ വിവേക ശബ്ദത്തിലേക്ക്. ധർമ്മവാണിയുടെ 131 വാർഷികമാണ്. ഭാരതത്തിന്റെ ആത്മീയതയെ ലോകത്തിന് മുമ്പിൽ പ്രതിഷ്ഠിച്ച സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തിന് ഇന്ന് 131 ആണ്ട് തികയുകയാണ്. സ്വാമി വിവേകാനന്ദന്റെ അമേരിക്കൻ സന്ദർശനവും ഷിക്കാഗോയിൽ നടന്ന ലോക മത പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ ചരിത്രപരമായ പ്രസംഗവും ഭാരതത്തിന്റെ സനാതന ധർമ്മ യാത്രയുടെ പ്രധാനപ്പെട്ട ഏടുകളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. 1893 സെപ്റ്റംബറിലെ ഈ ദിനത്തിലാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോകമത പാർലമെന്റിൽ തന്റെ ഏറ്റവും പ്രശസ്തമായ പ്രസംഗം അവതരിപ്പിച്ചത്. സ്വാമി വിവേകാനന്ദന്റെ ഉറച്ച ശബ്ദത്തിൽ പാശ്ചാത്യ ലോകം അമ്പരന്നിരുന്നു. 7000-ഓളം വരുന്ന വലിയ സദസ്സിനെ അമേരിക്കയിലെ സഹോദരീ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്ത് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചപ്പോൾ അത് സദസ്സിലും വേദിയിലും പ്രകമ്പനം സൃഷ്ടിച്ചു. പ്രസംഗം ആരംഭിച്ചപ്പോൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന ശബ്ദം കേട്ടപ്പോൾ അത് ഒരു വൈദ്യുത ശക്തി പോലെ ജനങ്ങളെ മുഴുവൻ ഇളക്കുകയും ഒരേ സ്വരത്തിൽ കൈയടിച്ച് സ്വാഗതം ചെയ്യുകയും ചെയ്തു. അങ്ങനെ എല്ലാ മതങ്ങളുടെയും മാതാവായ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനപരമായ സന്ദേശങ്ങൾ അവർ പാശ്ചാത്യ ലോകത്തിന് നൽകുകയും ആ സന്ദർശനത്തിൽ തുടർച്ചയായി അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുകയും ഇങ്ങനെയൊരു മതമുണ്ട്, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജൈവശാസ്ത്രം ഉൾക്കൊള്ളുന്നത്, അതിൽ നിന്നാണ് ഭാരതം ഉണ്ടായിട്ടുള്ളത് സ്ഥാപിക്കുകയും ചെയ്തു. ലോകത്തിന് ഭാരതത്തെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റിമറിക്കുന്നതായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം. സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും ആശയങ്ങൾക്കാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഉടനീളം പ്രാധാന്യം നൽകിയത്. ഇന്ത്യൻ ദേശീയതയുടെ ശബ്ദമായും ആ ചെറുപ്പക്കാരന്റെ വാക്കുകൾ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ക്രിയാത്മകമായൊരു മാറ്റം അദ്ദേഹത്തിനും ഉണ്ടായി. അദ്ദേഹം മടങ്ങിയെത്തിയത് ക്രിസ്തു മതത്തിൻ്റെ പ്രത്യേകതയായ മിഷണറി സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുകയും സാധാരണ ജനങ്ങൾക്ക് സഞ്ചരിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തി ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഒരു മതവും അഭിവൃദ്ധി പ്രാപിക്കുകയില്ല. അതിന് ശക്തിയാണ് ആവശ്യം. ജാതി വ്യവസ്ഥ പോകണം. കേരളത്തെ പ്രാന്താലയം അദ്ദേഹം വിളിച്ചത് ജാതി വ്യവസ്ഥ കണ്ടതിന് ശേഷമാണ്. ആ രീതിയിൽ രണ്ട് അംശങ്ങൾ ഒരുങ്ങിക്കൊണ്ട് അദ്ദേഹം ചെയ്ത പ്രഭാഷണം ഒരുപക്ഷെ ലോകം നിലനിൽക്കുന്ന കാലത്തോളം മനുഷ്യഹൃദയങ്ങളിൽ മാറ്റിക്കൊള്ളും എന്നാണ് എൻ്റെ വിശ്വാസം. Sisters and brothers of America, it fills my heart with joy unspeakable to rise in response to the warm and cordial welcome which you have given us. I am proud to belong to a religion which has taught the world both tolerance and universal acceptance. We believe not only in universal toleration, but we accept all religions as true. ജനം, കൊച്ചി. നമ്മുടെ അതിഥി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രജ്ഞാപ്രവാഹന്റെ ദേശീയ സംയോജകൻ ശ്രീ ജെ നന്ദകുമാർ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നന്ദേട്ടാ, നമസ്തേ, സ്വാഗതം പുത്തൻ പുലരിയിലേക്ക്. ഞാൻ പ്രദീപ് പിള്ള, എനിക്കൊപ്പം രോഹിണി മഹേഷ് ഉണ്ട്. വളരെ രസകരമായ ഒരു സംഗതി, ഷിക്കാഗോ പ്രസംഗത്തിൻ്റെ വാർഷികം നമുക്ക് സമുചിതമായി ആഘോഷിക്കാനും ഒപ്പം അതിഥിയായി നന്ദേട്ടനെ ക്ഷണിച്ചപ്പോൾ ശ്രദ്ധിക്കാതെ പോയതൊന്ന്, ഇന്നിപ്പോൾ
ഫിലഡൽഫിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരിട്ടുള്ള പോരാട്ടത്തിൽ ഡൊണാൾഡ് ട്രംപും കമലാ ഹാരിസും പരസ്പരം ആരോപണ ശരങ്ങൾ ചൊരിയുകയാണ്. അവിടെ ആര് ഭരിക്കും എന്നത് തീരുമാനിക്കാൻ. നൂറ്റാണ്ടിന് മുമ്പ് അവിടെ ചെന്ന് സനാതന ധർമ്മത്തിൻ്റെ മൂല്യം വിളിച്ചോതിയ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന ഒറ്റ വിളിയിലൂടെ അമേരിക്കയെ മുഴുവൻ ഒരുതരം മാസ്മരിക ലോകത്ത് അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അന്നത്തെ പോലെ ഇന്നും പ്രസക്തി അങ്ങനെ തന്നെ നിലനിൽക്കുകയല്ലേ? നമസ്കാരം എല്ലാ ജനം പ്രേക്ഷകർക്കും. ഇന്നത്തെ ഈ സുന്ദരമായ പ്രഭാതത്തിൽ ഷിക്കാഗോയിൽ നടന്ന അത്യുജ്വലമായ സ്വാമി വിവേകാനന്ദൻ്റെ ആ ഐതിഹാസികമായ പ്രസംഗത്തിൻ്റെ 131 വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളെല്ലാം അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഓരോ ദിവസം ചെല്ലുന്തോറും സ്വാമിജിയുടെ ആ വാക്കുകൾക്ക്, ആശയങ്ങൾക്ക് പ്രസക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അന്നത്തെ ആ സാഹചര്യം പരിശോധിച്ചാൽ നമുക്കറിയാം, ഭാരതം കൊളോണിയൽ വാഴ്ചയ്ക്ക് കീഴെ ഞെരിഞ്ഞമർന്ന് കഴിഞ്ഞിരുന്ന സമയം. സ്വാഭാവികമായിട്ടും ലോകമെമ്പാടുമുള്ള പാശ്ചാത്യ ചിന്തകന്മാർ, പാശ്ചാത്യ ഭരണാധികാരികൾ, അവിടുത്തെ ബുദ്ധിജീവികളൊക്കെ ഭാരതത്തെ വളരെ ഒരു പിന്നോക്ക പ്രദേശമായി, ബ്രിട്ടീഷ് കോളനിയിലെ ഏറ്റവും പിന്നോക്ക ദേശമായി കണ്ടിരുന്ന ഒരു സാഹചര്യം. ഭാരതത്തിൻ്റേത് എന്ന് പറയുന്ന എല്ലാറ്റിനെയും അവജ്ഞയോടെ കണ്ടിരുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ വൻതോതിൽ പാശ്ചാത്യ മതത്തിലേക്ക്, അബ്രഹാമിക് മതങ്ങളിലേക്ക് ഭാരതീയർ മതം മാറിപ്പോകുന്ന ഒരു സാഹചര്യം. അത്തരമൊരു അവസ്ഥയിൽ സിംഹത്തിൻ്റെ മടയിൽ ചെന്ന് സിംഹത്തെ വെല്ലുവിളിച്ചു എന്നതാണ് സ്വാമി വിവേകാനന്ദൻ എന്ന ആ മഹാവിഭൂതിയുടെ, ആ യുവ യോഗിയുടെ മഹത്വം. അത് അദ്ദേഹം അവിടെ ചെയ്തു. അത് കൂടുതൽ പ്രസക്തമായി അദ്ദേഹത്തിൻ്റെ ഓരോ ആശയവും രാഷ്ട്രത്തിൻ്റെ മഹത്വം, ഈ സംസ്കാരത്തിൻ്റെ മഹത്വം, മതങ്ങളുടെ മാതാവായ ഹിന്ദു മതത്തിൻ്റെ മഹത്വം, അത് ഒട്ടും തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണമാണ് സ്വാമി വിവേകാനന്ദൻ അവിടെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ താങ്കൾ ചോദിച്ചതുപോലെ ഓരോ ദിവസം കഴിയും തോറും ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ ആഗോള തലത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥയിൽ പരിശോധിച്ചാൽ ഹിന്ദുധർമ്മത്തിൻ്റെ, ഹിന്ദു സംസ്കാരത്തിൻ്റെ, ഹിന്ദു രാഷ്ട്രത്തിൻ്റെ മഹത്തായ ഒരു സ്വാധീന വർധനവിൻ്റെ ഒരവസരമാണ് ഇത്. പ്രസക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് തന്നെയാണ് വസ്തുത. അതെ നന്ദേട്ട, അതോടൊപ്പം ഈ ഹിന്ദു സംസ്കാരത്തെ പാശ്ചാത്യ ലോകം മുഴുവൻ ഇങ്ങനെ ആരാധിക്കാനും അല്ലെങ്കിൽ സ്വീകരിക്കാനും തയ്യാറെടുക്കുമ്പോഴാണ് പക്ഷേ ഭാരതം അതിൽ നിന്ന് അല്പം വ്യതിചലിച്ച് ചിലരെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഭാരതം സത്യത്തിൽ അതിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യ വ്യതിചലിക്കുന്നുണ്ടാവാം. ഭാരതവും ഇന്ത്യയും രണ്ടാണല്ലോ. ഭാരതം എന്ന പദവും ഇന്ത്യ എന്ന പദവും ഒരുപോലെ തന്നെ പ്രാചീനമായ പൗരാണികമായ പദങ്ങളാണെങ്കിൽ കൂടി ഇന്ത്യ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ യഥാർത്ഥ സാംസ്കാരിക സത്തയെ ഉൾക്കൊള്ളുന്നൊരു പദമല്ല. ഞാൻ അതുകൊണ്ടാണ് ഭാരതം ഒരിക്കലും സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളിൽ നിന്നോ ഹിന്ദുധർമ്മത്തിൻ്റെ മഹത്വത്തിൽ നിന്നോ വഴി മാറിപ്പോകുന്നില്ല. ചിലരൊക്കെ തൽക്കാലത്തേക്ക് അവരുടെ അജ്ഞത കൊണ്ടോ ചില രാഷ്ട്രീയ കാരണങ്ങളെ കൊണ്ടോ മാറി നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന ഭാരതീയ ജനത ഹിന്ദുധർമ്മത്തിൻ്റെ ആ സത്യ അവസ്ഥയിലേക്ക്, ആ നിതാന്തമായ ചിരന്തനമായ ആ അവസ്ഥയിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമിജി പറഞ്ഞ ഓരോ വാക്കിനും ഇന്ന് പ്രസക്തി വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ലോകം മുഴുവൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മതഭീകരതയുടേത്. സ്വാമിജി അഡ്രസ്സ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. ലോകത്തിൽ ഈ വിഘടനവാദം, അതേപോലെ മതവർഗീയവാദം, അതിൻ്റെ ഏറ്റവും ഭീകരമായ സന്താനമായ മതഭ്രാന്ത്, അത് ലോകത്തെ തകർക്കുമ്പോൾ, രാഷ്ട്രങ്ങളെ തകർക്കുമ്പോൾ, സിവിലൈസേഷൻസിനെ തകർക്കുമ്പോൾ സത്യത്തിൽ അതിന് മറുപടിയായി, അതിനൊരു ഉത്തരമായി ഉയർത്തിക്കാണിക്കാനുള്ളത് യഥാമാം പ്രപദ്യന്തേ താംസ്തദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ എന്ന ഗീതാ ശ്ലോകത്തിൻ്റെ വസ്തുതയാണ് എന്ന് സ്വാമിജി അവിടെ പറഞ്ഞു. സ്വാമിജി അത് ഉദ്ധരിച്ചു. അവിടെ ഗീതയിൽ പറയുന്നുണ്ട്, എന്നെ
നിങ്ങൾ ഏത് രൂപത്തിൽ ഭജിച്ചാലും, ഏത് പേരിട്ട് വിളിച്ചാലും, ഏത് മന്ത്രം ചൊല്ലി വിളിച്ചാലും ഞാൻ ആ രൂപത്തിൽ നിന്നെ സമീപിച്ചു കൊള്ളാം. ഒരിക്കലും ഭാരതം ഉയർത്തിപ്പിടിക്കുന്നത്, ഹിന്ദുധർമ്മം ഉയർത്തിപ്പിടിക്കുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗീതാധർമ്മം ഉയർത്തിപ്പിടിക്കുന്നത് മതവർഗീയതയുടെ ഭാഷയല്ല. എല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്ന സ്വീകാര്യതയുടെ ധർമ്മമാണ് ഹിന്ദുധർമ്മം എന്ന ആ തത്വം. ഇന്നത്തെ ആഗോള തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരതയ്ക്ക് ഉത്തരം അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞത്, ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ലൈക്ക് ദാറ്റ് ദ ഹ്യൂമൻ സൊസൈറ്റി വുഡ് ഹാവ് ബീൻ പ്രോഗ്രസ്ഡ് മോർ ദാൻ നൗ. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പുരോഗമിക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആ തത്വത്തിലേക്ക് ഭാരതം കൂടുതൽ അടുക്കുന്നത്. ലോകം മുഴുവൻ തന്നെ ആ മാർഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നന്ദേട്ടൻ, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് വിളിച്ച് ഒരു രാഷ്ട്രത്തെ ഇങ്ങനെ ഒരു മാസ്മരികതയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയപ്പോൾ പ്രായം 30. ഇന്നത്തെ യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അദ്ദേഹം അവിടെ പോയി നടത്തിയ പ്രസംഗത്തിൻ്റെ അന്തസത്തയിലേക്ക് കൂടി ഇതിന് ശേഷം വരാം. 30 വയസ്സിൽ ഒരു അംബാസഡർ ചെല്ലുകയാണ്. കേട്ടിട്ടില്ലാത്ത നാട്ടിൽ നിന്ന്, ഒരു അറിവുമില്ലാത്ത ഒരു ധർമ്മത്തിൻ്റെ വിശേഷങ്ങളുമായി, പ്രത്യേകതകളുമായി. തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ അത് ഏറ്റവും അത്യാവശ്യമായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു മെറ്റഫോർ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സിംഹത്തെ അതിൻ്റെ മടയിൽ ചെന്ന് വേണം എതിർക്കാൻ. അതാണ് യുവാക്കൾക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സന്ദേശം. സർവ്വതും നഷ്ടപ്പെട്ടു പോയി എന്ന നൈരാശ്യത്തിൽ കഴിയാതെ തീർച്ചയായിട്ടും നമ്മളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളോട് മുഖത്തോട് മുഖം, കണ്ണിൽ കണ്ണു നോക്കി, കണ്ണു നട്ട് എതിർക്കാനുള്ള തൻ്റെ ഇടം ഹിന്ദു സമൂഹം നേരിടണം. അതാണ് പി കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വിവേകാനന്ദ പാറയിൽ എഴുതിയതുപോലെ, നിർജ്ജരാ മരണം ഗർജിക്കുന്ന ആ ഉജ്ജ്വലനായ നരസിംഹമാണ് സ്വാമി വിവേകാനന്ദൻ. അതിൽ നിന്നാണ് ഹിന്ദു സമൂഹം പ്രേരണ ഉൾക്കൊണ്ടേണ്ടത്, പ്രത്യേകിച്ചും യുവാക്കൾ പ്രേരണ ഉൾക്കൊള്ളേണ്ടത്. അദ്ദേഹം ഹിന്ദുധർമ്മത്തിൻ്റെ ആനുകാലിക പ്രസക്തിയെക്കുറിച്ച്, ശാസ്ത്രശുദ്ധമായൊരു ധർമ്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് അവിടെ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെമ്പാടുമുള്ള ഏറ്റവും പ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ, സലിംഗരെ പോലെയുള്ള നോവലിസ്റ്റുകൾ, നിക്കോളാസ് ടെൽസെ പോലുള്ള ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഒക്കെയും സ്വാമി വിവേകാനന്ദൻ്റെ മാർഗത്തിലേക്ക് വരാൻ തയ്യാറായത്. ഇത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഹിന്ദു യുവാക്കൾക്ക്, ഭാരതീയ യുവാക്കൾക്ക് ഒരു മാതൃക തന്നെയാണ്, ഒരു മാർഗദർശനമാണ് അദ്ദേഹം നൽകുന്നത്. ഈ അർത്ഥത്തിലാണ് കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിൻ്റെ ആ പ്രസിദ്ധമായ കവിത ഉപസംഹരിക്കുമ്പോൾ പറയുന്നത്, ഏകാന്തം സമാധിസ്ഥനാകും ഈ യോഗീന്ദ്രനെ പാദമർപ്പിക്കെ വീണ്ടും തെങ്കടലല പാടി. ഈ വീരയോഗീന്ദ്രനെ ക്ഷണിക്കുക, ഈ വീരയുവാവിനെ, ജീവിത നേതാവിനെ, അവരവരുടെ യുവാക്കളുടെ ജീവിത സൗധ ശിലാസ്ഥാപനത്തിന് ക്ഷണിക്കാൻ കവിതയിൽ ആഹ്വാനം ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഈ കാലഘട്ടത്തിൽ യുവാക്കൾക്ക് ആവശ്യമുള്ളത് തങ്ങളുടെ ജീവിതത്തിൻ്റെ സൗധം, ജീവിതത്തിൻ്റെ കെട്ടിടം, അതിൻ്റെ ശിലാസ്ഥാപനം സ്വാമി വിവേകാനന്ദനെ കൊണ്ട് നിർവഹിപ്പിക്കണം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഏറ്റവും പ്രസക്തമാണ് ഇന്നും എക്കാലത്തും സ്വാമി വിവേകാനന്ദൻ്റെ ആ ദർശനം. അതോടൊപ്പം നമുക്കറിയാം, ഭാരതത്തെ ഇന്ന് ലോകം വിശ്വഗുരുവായിയാണ് കാണുന്നത്. വിശ്വ വിജയത്തിലേക്കുള്ള ഈ യാത്രയിൽ ഒരുപക്ഷെ ഹൈന്ദവ സംസ്കാരം എന്ത് എന്ന് പാശ്ചാത്യ ലോകത്തിന് മുന്നിൽ ആദ്യം അവതരിപ്പിച്ചതും സ്വാമി വിവേകാനന്ദനായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ ഒരുപക്ഷെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൻ്റെ ഒക്കെ സംസ്കാരത്തിൻ്റെ ഒരു അംബാസിഡറായി തന്നെ കണക്കാക്കാമല്ലേ? ആദ്യ അംബാസിഡർ ഒരുപക്ഷെ. തീർച്ചയായിട്ടും ആധുനിക കാലത്തെ ആദ്യ അംബാസഡർ എന്ന് തിരുത്തി പറയണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം അതിനു മുമ്പ് തന്നെ കമ്പുവും കൗണ്ടിന്യനും ഒക്കെ വിദേശങ്ങളിലേക്ക് ഹിന്ദുധർമ്മത്തിൻ്റെ, ഹിന്ദു സംസ്കാരത്തിൻ്റെ മഹത്തായ സന്ദേശവുമായി പോയിട്ടുണ്ട്. പിന്നീട് കൊളോണിയൽ വാഴ്ചക്കാലത്ത് നമ്മൾ എല്ലാറ്റിൽ നിന്നും വിമുഖരായി പോയപ്പോൾ, അടിമകളായതിൻ്റെ ആ ഒരു നിസ്സഹായതാ ബോധത്തിലില്ല, എല്ലാം തകർന്നു പോകുമെന്ന് തോന്നിയപ്പോൾ ആധുനിക കാലത്ത് ഹിന്ദുധർമ്മത്തിൻ്റെ മഹാനായ രാജദൂതനായി വിദേശത്തേക്ക് പോയത് പാശ്ചാത്യ നാടിനെ കീഴ്പ്പെടുത്തിയ, ഹിന്ദുധർമ്മത്തിൻ്റെ വിജയ വൈജയന്തിയെ ലോകമെമ്പാടും കാണെ ഉയർത്തിപ്പാറിച്ച ആ മഹാനായ പടനായകൻ കൂടിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ.
ആക്രമിച്ച് കടന്നു കയറുന്ന ആ ഉഗ്രമായ ഹിന്ദുധർമ്മത്തിൻ്റെ സേനയുടെ സേനാനായകനായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഈ ഷിക്കാഗോ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഒരു 3-3.5 വർഷം കഴിഞ്ഞ് സ്വാമിജി 897 മടങ്ങി ഭാരതത്തിലെത്തുമ്പോൾ ഭാരതത്തിലെ അഭിമാനികളായ ആളുകൾ അദ്ദേഹത്തിന് ഒരുക്കിയ സ്വീകരണ യോഗങ്ങളിലെ നോട്ടീസ്, അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വരവിനെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി ഇറക്കിയ ക്ഷണപത്രങ്ങളിലെല്ലാം തന്നെ ഒരു വാക്കുണ്ടായിരുന്നു, ഒരു പ്രത്യേക ഫ്രേസ് ഉണ്ടായിരുന്നു. ഹിന്ദു രാഷ്ട്രക്കെ പുരോധ. ഹിന്ദി ഭാഷാ പ്രദേശങ്ങളിലൊക്കെ ഈ വാക്ക് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഹിന്ദു രാഷ്ട്രക്കെ പുരോധ, ഹിന്ദു രാഷ്ട്രത്തിൻ്റെ മുന്നണി പോരാളി എന്നാണ് സ്വാമി വിവേകാനന്ദനെ അവിടെ എല്ലായിടത്തും വിശദീകരിച്ചിരുന്നത്. ഇതൊരു തിരിച്ചുവരവായിരുന്നു. സത്യത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഹിന്ദുധർമ്മത്തിൻ്റെ മഹത്വത്തെ അദ്ദേഹം കൈപിടിച്ചുയർത്തി. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ നന്ദി പറയുന്നു സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. ആരുടെയെല്ലാം പേരിൽ? ആർഷ പാരമ്പര്യത്തിൻ്റെ മഹത്തായ പ്രതിനിധികളായ സന്യാസിമാരുടെ പേരിൽ. രണ്ടാമത് അദ്ദേഹം നന്ദി പറയുന്നു മതങ്ങളുടെ മാതാവായ ഹിന്ദുധർമ്മത്തിൻ്റെ പേരിൽ. മൂന്നാമത് അദ്ദേഹം നന്ദി പറയുന്നു ഭാരതത്തിലെ കോടാനുകോടി വരുന്ന വിവിധ വർഗവർണ്ണ വിഭാഗങ്ങളിൽ ആയി തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കോടാനുകോടി വരുന്ന ഹിന്ദു സാമൂഹ്യ അംഗങ്ങളുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഹിന്ദു സമൂഹത്തിൻ്റെ പേരിൽ, ഹിന്ദു സംസ്കാരത്തിൻ്റെ പേരിൽ, ആർഷ പരമ്പരയുടെ പേരിൽ, ഹിന്ദു മതത്തിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള വിഷമവും ഇല്ലാതെ അദ്ദേഹത്തിനൊരു ശങ്കയും ഉണ്ടായില്ല ഹിന്ദു എന്ന പേരിൽ അവിടെ അറിയപ്പെടാൻ. അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നത് ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളിൽ വിവിധ മതങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ, ചൂഷണം ചെയ്യപ്പെട്ടപ്പോൾ, പീഡിതരായപ്പെട്ടപ്പോൾ അവരോടിയെത്തിയത് എൻ്റെ അമ്മയുടെ മടിത്തട്ടിലേക്കാണ്, എൻ്റെ രാഷ്ട്രത്തിൻ്റെ മടിത്തട്ടിലേക്കാണ്. ആ ഹിന്ദുരാഷ്ട്രം ഇരു കൈകളും നീട്ടി അവരെ ക്ഷണിച്ചിരുത്തി. ഇസ്രയേലികളുടെ ജൂത സമൂഹത്തിൻ്റെ ഏറ്റവും പവിത്രമായ അംശങ്ങളെ കാത്തു സൂക്ഷിച്ചത് ഈ രാഷ്ട്രത്തിലാണ്. ആ രാഷ്ട്രത്തിൻ്റെ പേരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള സ്വാമിജി തൻ്റെ ഈ വിശിഷ്ടമായ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ്, ഒരു തരത്തിലുള്ള പ്രകടനമാണ് ആദ്യ അഭിസംബോധനയിലൂടെ തന്നെ അവിടെ അവതരിപ്പിച്ചത്. നേരത്തെ പ്രദീപ് ചോദിച്ചല്ലോ, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് അദ്ദേഹം പറയണമെങ്കിൽ അത് ഹിന്ദുധർമ്മത്തിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു വക്താവിനെ സാധിക്കുള്ളൂ. അതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അവിടെ. കാരണം ലോകം മുഴുവൻ ഒരേ ആത്മാവിൻ്റെ പരബ്രഹ്മത്തിൻ്റെ അംശങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ധർമ്മത്തിൻ്റെ വേദാന്ത ദർശനത്തിൻ്റെ മഹത്വം കൂടിയാണ് അദ്ദേഹം അവിടെ പ്രഘോഷണം ചെയ്തത്. നന്ദേട്ടൻ, ഇതിനിടയിൽ ആ പ്രസംഗത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ ഒരു രസകരമായ സംഗതി കണ്ടു. ഇന്ന് ഈ ഭാരതം അല്ലെങ്കിൽ അവരുടെ ഇന്ത്യ ഒക്കെ 947 പോകുന്നതിന് മുമ്പ് മൗണ്ട് ബാറ്റൺ പ്രഭു തന്നിട്ട് പോയതാണ്, അതിനു മുമ്പ് അതില്ലായിരുന്നു എന്നുള്ളവർക്കൊരു മറുപടി ഐ ബിലോങ് ടു എ നേഷൻ എന്ന് പറഞ്ഞാണ് പറയുന്നത് എന്നാണ് 130 വർഷം മുമ്പ്. അപ്പോൾ എത്ര നാളത്തെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഐ ബിലോങ് ടു എ നേഷനും ഐ ബിലോങ് ടു എ ധർമ്മയും, ആ രാഷ്ട്രം ലോകമെമ്പാടു നിന്നും വന്ന നിന്ദിതരെയും പീഡിതരെയും ഇരുകൈയും നീട്ടി സ്വീകരിച്ചതെന്നും ഈ ധർമ്മം സഹിഷ്ണുത മാത്രമല്ല മറ്റു ധർമ്മങ്ങളെ അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും പഠിച്ച അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സംസ്കാരമുള്ള ധർമ്മമാണെന്നും, അപ്പോൾ ആ രാഷ്ട്രവാദത്തിനും എന്താണ് ഹിന്ദുമത ധർമ്മമെന്നും 1.5 നൂറ്റാണ്ടാകാൻ പോകുന്നു അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇന്നുള്ള ചില സംശയാലുക്കൾ ഇതൊന്ന് വായിച്ചിരുന്നെങ്കിൽ ഈ ഒരു തർക്കത്തിനൊന്നും മുതിരില്ലായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും 131 വർഷങ്ങൾക്ക് മുമ്പ് അത് പ്രഖ്യാപിച്ചത് ലക്ഷാവധി വർഷങ്ങളുടെ ഭാരതത്തിൻ്റെ വൈദിക പാരമ്പര്യത്തിൽ നിന്ന് വേദപൂർവ സനാതന സംസ്കൃതിയുടെ പാരമ്പര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന് അറിയാം ഈ ഭാരതത്തെക്കുറിച്ച് പുരാണങ്ങളിൽ എന്താ പറഞ്ഞതെന്ന്. ഈ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യം ആരംഭിക്കുന്നത് ഈ ചരിത്രത്തിൻ്റെ ആരംഭം മുതലേ തന്നെയാണ്. ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രം പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എത്തിപ്പെടാവുന്ന ദൂരം വളരെ പരിമിതമാണ്. പക്ഷേ ഭാരതത്തിൻ്റെ പാരമ്പര്യം ലക്ഷാവധി വർഷങ്ങളുടേതാണ്. ഈ ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ രാഷ്ട്രത്തെക്കുറിച്ച് അഭിമാനം കൊണ്ടുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരല്പം പോലും സംശയമുണ്ടായിരുന്നില്ല ഇത് രാഷ്ട്രമാണെന്നും അത് ഹിന്ദു രാഷ്ട്രം തന്നെയാണെന്നും അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്
രാഷ്ട്രത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് ഹിന്ദു ധർമ്മമാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഏറ്റവും സവിശേഷതയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹം പറഞ്ഞത് ഇത് കേവലം ടോളറൻസിൻ്റെ ധർമ്മമല്ല. ടോളറൻസിനെ കുറിച്ച് ലോകത്തെ പഠിപ്പിച്ച ധർമ്മമെന്ന നിലയിൽ ഞങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്തതിൽ ഞാൻ അഭിമാനിക്കുന്നു. കിഴക്കൻ പ്രദേശത്തെ രാഷ്ട്രങ്ങളിൽ ടോളറൻസ് പഠിപ്പിച്ചവരാണ് എന്ന് ഇവിടുത്തെ ആളുകൾ പറഞ്ഞു. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്ന് ഇത് അക്സെപ്റ്റൻസിൻ്റെ ധർമ്മം കൂടിയാണ്. ടോളറൻസ് എന്ന് പറയുമ്പോൾ സ്വാമിജി എന്താ അവിടെ ഉദ്ദേശിച്ചത്? സ്വാമിജി പറയുന്നത് ടോളറൻസ് ആക്ച്വലി ഇറ്റ്സ് എ നെഗറ്റീവ് ടേം. നീ പറയുന്നത് എന്തൊക്കെയായാലും ഞാനതിനോട് യോജിക്കുന്നില്ലെങ്കിലും എന്ത് ചെയ്യാനാ, ഞാൻ നിന്നെ അങ്ങ് സഹിക്കുകയാണ്. അതാണല്ലോ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ. ഹിന്ദുധർമ്മം ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. നീ പറയുന്ന മാർഗവും സത്യം തന്നെയാണ്. അവിടെയാണ് അദ്ദേഹം ശിവമഹിംനാ സ്തോത്രത്തിൽ നിന്ന് ഒരു ശ്ലോകം എടുത്ത് അതിൻ്റെ അർത്ഥം പറയുന്നത്. ത്രയീസാഖ്യം യോഗം പശുപതിമതം വൈഷ്ണവമിതി എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ശ്ലോകം ഉദ്ധരിച്ചില്ലെങ്കിലും അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് ഈ ഹിന്ദുധർമ്മത്തിൻ്റെ മഹത്വം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ്. നദികൾ പല വഴിയെ ഒഴുകിയാലും, വളഞ്ഞോ നേരെയോ ഒഴുകിയാലും, നേർത്തോ വിശാലമായി ഒഴുകിയാലും അവസാനം എത്തിച്ചേരുന്നത് ഒരേ ഈശ്വരൻ്റെ പദാന്തികത്തിലേക്കാണ്. അവിടെ അലിഞ്ഞു ചേരാനാണ് ഈ നദികളെല്ലാം ഒഴുകുന്നത് എന്ന് വിശദീകരിക്കുന്ന പ്രസിദ്ധമായ അക്സെപ്റ്റൻസിൻ്റെ ശ്ലോകം, സ്വീകാര്യതയുടെ ശ്ലോകം, ഓൾസോയിസത്തിൻ്റെ ശ്ലോകം, അതാണ് അദ്ദേഹം അർത്ഥം പറഞ്ഞ് അവരുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഹിന്ദുധർമ്മത്തെ അറിയാത്ത ആളല്ല അദ്ദേഹം. ഹിന്ദുധർമ്മം എന്ന് തന്നെ പറയുന്നു, ഹിന്ദു രാഷ്ട്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെയുള്ള ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞാണ് അദ്ദേഹം അവസാനത്തിലേക്ക് എത്തുമ്പോൾ പറയുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ ഭീഷണി ഈ ബിഗട്രിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വിഘടനവാദമാണ്. അതിൻ്റെ ഹൊറിബിൾ ഡിസെൻഡൻറ്റ്, ഇതാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്, ഹൊറിബിൾ ഡിസെൻഡൻറ്റ് ഓഫ് ബിഗട്രി, ഫെനറ്റിസം. അത് ലോകത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് മറുപടിയായി ഉയർത്തിപ്പിടിക്കാനുള്ളത് ഹിന്ദുധർമ്മത്തിൻ്റെ ഈ സർവധർമ്മ സ്വീകാര്യതയുടെ ദർശനമാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. ഈ വസ്തുത സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഈ ഒരു ആശയത്തെ വിശ്വസിക്കാൻ തയ്യാറില്ലാത്ത ലോക രാഷ്ട്ര മതങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ്, അവരെ കൊണ്ടാണ് ഇത് അംഗീകരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഷിക്കാഗോ സമ്മേളനം വിളിച്ചുകൂട്ടിയത് തീർത്തും നിരുപദ്രവകരമായൊരു ഉദ്ദേശം വെച്ചല്ല. പ്രൊട്ടസ്റ്റന്റ് മതത്തിൻ്റെ മഹത്വത്തെ ലോകത്തെ അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ അവിടെ. പക്ഷേ ആ ദുരുദ്ദേശത്തിൻ്റെ കടക്കലാണ് സ്വാമി വിവേകാനന്ദൻ ഹിന്ദുധർമ്മത്തിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സൂക്ഷ്മമായ അതിശക്തമായ ആശയ ദർശനങ്ങളുടെ ആ ഉഗ്രമായ ആ ഖഡ്ഗം വീശിയെറിഞ്ഞത്, അതിനെ തകർത്തെറിഞ്ഞു. നന്ദേട്ടാ, നമുക്കറിയാം ഈ ഷിക്കാഗോ പ്രസംഗത്തിൽ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളായിരുന്നല്ലോ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നൽകിയത്. കാരണം അതുവരെ കൊളോണിയൽ വ്യവസ്ഥയിൽ അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യമായിരുന്നു. ഒരു പുത്തൻ ഉണർവ് തന്നെയല്ലേ ഇതിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്? തീർച്ചയായിട്ടും ഈ 1893 അത് ഭാരതത്തിൻ്റെ ആധുനിക ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു വർഷമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പം ഗോൾബർഗ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം അമേരിക്കൻ വേദ എന്ന പുസ്തകത്തിലൂടെ സമർത്ഥിക്കുന്നത് പാശ്ചാത്യ നാടിൻ്റെ ചരിത്രത്തെ തന്നെ ഒരർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദന് മുമ്പ്, സ്വാമി വിവേകാനന്ദന് പിമ്പ് എന്ന നിലയിൽ വിഭജിച്ച ഒന്നാണ് സ്വാമി വിവേകാനന്ദൻ്റെ സന്ദർശനവും ഷിക്കാഗോ പ്രസംഗവും. അത്രയ്ക്ക് മഹത്തരമായ ഒന്നാണ്. അതുതന്നെയാണ് ഭാരതത്തിലും സംഭവിച്ചത്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഭാരതത്തിൻ്റെ ശാസ്ത്രോന്നതിയുടെ ചരിത്രം, ഭാരതത്തിൻ്റെ സ്വത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സാഹിത്യ നിർമ്മിതികളുടെ ചരിത്രം, ഇതിലൊക്കെ വലിയൊരു ഉണർവുണ്ടായത് സ്വാമിജിയുടെ ആ പ്രസംഗത്തോടു കൂടിയിട്ടാണ്. സ്വാമിജിയുടെ ആ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ ആ സിംഹസമാനമായ ആ നിലയെക്കുറിച്ചും ഒരു സാഹിത്യകാരൻ വർണ്ണിക്കുന്നത് ഭാരതം ആ കാലഘട്ടത്തിൽ അതീവ ദുർബലനായ ഒരു വ്യക്തിയെപ്പോലെ പാശ്ചാത്യ കോയ്മയുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു വരുന്നു. ആ ദുർബലനായ വ്യക്തി ആ കൊടുങ്കാറ്റിൽ പെട്ടുലഞ്ഞൊരു വലിയ കിടങ്ങിലേക്ക് വീഴാൻ തയ്യാറായി നിൽക്കുന്നൊരവസ്ഥ, ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത്.
അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ ആ ആഞ്ഞടിച്ചു വന്ന പാശ്ചാത്യ കോയ്മയുടെ കൊടുങ്കാറ്റിന് മുന്നിൽ മാറുവിരിച്ച് വാ നമുക്കൊന്ന് നോക്കാം എന്ന മട്ടിൽ നിന്ന് ഈ ഭാരതമെന്ന മൊത്തം സമൂഹത്തെയും അതിൻ്റെ പ്രതിനിധിയായ ആ വ്യക്തിയെയും രക്ഷിക്കുന്നു എന്നൊരു സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രക്ഷിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ പ്രേരണ കൊടുക്കുകയും വിപ്ലവകാരികൾക്ക് മുഴുവൻ പ്രേരണ നൽകുകയും, അത് വിപ്ലവകാരികൾക്ക് മാത്രമല്ല മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള മിതവാദികളെന്നറിയപ്പെടുന്ന ആളുകൾക്കും ഒരുപോലെ തന്നെ പ്രേരണ നൽകിയ ഒന്നായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ സന്ദർശനവും ആ ഷിക്കാഗോ പ്രസംഗവും. ഇത് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ പ്രേരണ നൽകി. ഞാൻ നേരത്തെ നിക്കോളാസ് ടെസ്ലയെക്കുറിച്ച് പറഞ്ഞു. ഫോഴ്സും എനർജിയും ഫോഴ്സും മാറ്ററും അത് ഇന്റർ കൺവെർട്ടബിൾ ആണ്, പരസ്പരം പരിവർത്തനം ചെയ്യപ്പെടാൻ കഴിയുന്നതാണ് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീനും മുമ്പേ കണ്ടെത്തിയ ടെസ്ലയ്ക്ക് ആ പ്രേരണ സത്യത്തിൽ ഊർജം എന്നതിന് പ്രാണൻ എന്ന വാക്കും മാറ്ററിന് ആകാശ തത്വത്തെയും പറഞ്ഞുകൊടുത്ത ആ മഹാത്മാവ് ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാർക്കും പ്രേരണ നൽകി. ഭാരതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആധുനികകാല ശാസ്ത്രജ്ഞന്മാരും അവരുടെ ആശയത്തിൻ്റെ പ്രേരണ സ്വാമി വിവേകാനന്ദനിൽ നിന്ന് കണ്ടെത്തുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു മുന്നേറ്റത്തിന്, ഒരു ഉണർവിന്, ആധുനിക നവോത്ഥാനത്തിൻ്റെ ഒരു മഹാനായ പ്രേരണാശക്തിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തെ എന്ന പോലെ തന്നെ പാശ്ചാത്യ ചരിത്രത്തെയും സ്വാമി വിവേകാനന്ദൻ്റെ ആ ഇടപെടൽ രണ്ടായി തിരിക്കുകയാണ്. സ്വാമി വിവേകാനന്ദന് മുമ്പ്, സ്വാമി വിവേകാനന്ദന് ശേഷം. കാലത്തെപ്പോലും രണ്ടാക്കി തിരിക്കാൻ പോകുന്ന അദൃശ്യമായ, അത്യുജ്വലമായ, അപ്രതിരോധ്യമായ ഒരു മഹാഹൈന്ദവ ശക്തിയുടെ യഥാർത്ഥ പ്രതീകമായിരുന്നു സ്വാമി വിവേകാനന്ദൻ. നന്ദേട്ടൻ അങ്ങ് അല്പം മുമ്പ് വിഘടനവാദത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ നിന്ന് ഒരു മഹാമനീഷി അവിടെ ചെന്ന് സ്വന്തം രാഷ്ട്രത്തെക്കുറിച്ച് അഭിമാന പുരസ്കാരം പറയുന്നു, സ്വന്തം ധർമ്മത്തെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നു. ഇന്നൊരു നേതാവ് അതേ മണ്ണിൽ ചെന്നിരുന്ന ഇവിടെ ഇല്ലാത്ത വിഘടനവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദിയും മറ്റു ചില ഭാഷകളും തമ്മിൽ ഇവിടെ വലിയ പ്രശ്നമാണെന്ന് പറയുന്നു. സിഖുകാർക്ക് തലപ്പാവും കിർപ്പാണും ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുന്നു. എന്തൊരു വൈരുദ്ധ്യമല്ലേ! തീർച്ചയായിട്ടും ഈ ഇത്തരമൊരു സുന്ദരവും അഭിമാനകരവുമായ ദിവസം ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്തൊരു നാമധേയക്കാരനെ, ഒരു വ്യക്തിയെക്കുറിച്ചാണ്, പേരുച്ചരിക്കാൻ പോലും അർഹതയില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് അങ്ങിപ്പോൾ ചോദിച്ചത്. സത്യത്തിൽ എനിക്ക് ലജ്ജയുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നതിൽ. ആ മനുഷ്യൻ ആരുടെ പ്രേരണയ്ക്ക് വശംവദനായിട്ടാണ് ഇങ്ങനെ ഭാരത വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തി ലോകമെമ്പാടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ ഒരു പാശ്ചാത്യ പത്രം തന്നെ എഴുതുകയുണ്ടായി, ഈ വ്യക്തി ഭാരതീയനാണോ അതോ പാകിസ്ഥാനിയാണോ എന്ന്. ഭാരതത്തിനെതിരായി എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നുന്നത് എന്ന് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ പോലും പുച്ഛിക്കുന്ന വിധത്തിലൊരു കോമാളി വേഷം കെട്ടി ഈ നടക്കുന്ന ആൾക്കു പിന്നിലുള്ള അപകടത്തെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇന്ന് സ്വാമിജിയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതം ഒരാധുനിക നരേന്ദ്രനിലൂടെ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിന് അമേരിക്കയിൽ നിന്ന് സഖ്യകക്ഷികളെ തേടാൻ, അതിനെ പിന്തുണയ്ക്കാൻ ഭാരതത്തിൻ്റെ നിതാന്ത വൈരിയായ ചൈന, നിതാന്ത വൈരിയായ പാകിസ്ഥാൻ, ഇതിനോടെല്ലാം സഖ്യം ചേരാൻ തയ്യാറായിക്കൊണ്ട് ഇങ്ങനെ ലോകം ചുറ്റുന്ന ഈ ഭാരതീയനെന്ന് പറയാൻ പോലും അർഹതയില്ലാത്ത ആ വ്യക്തി, ഞാൻ പറഞ്ഞ പാശ്ചാത്യ പത്രം പറഞ്ഞതുപോലെ വെദർ ഹീ ഈസ് എൻ ഇന്ത്യൻ ഓർ എ പാകിസ്ഥാനി എന്നാണ് അവർ ചോദിച്ചത്. ആ നിലയിലുള്ള ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യണോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ദയവായി എന്നെ ഈ ദിവസം അതേക്കുറിച്ച് പറയാൻ പ്രേരിപ്പിക്കരുത്. ഒന്ന് മാത്രം ഭാരതീയർ മനസ്സിലാക്കുക, നമ്മൾ പ്രേരണ ഉൾക്കൊള്ളേണ്ടത് സ്വാമി വിവേകാനന്ദനിൽ നിന്നാണ്. ഒരുമയുടെ സന്ദേശവാഹകനായ, ഐക്യത്തിൻ്റെ സന്ദേശവാഹകനായ, സർവധർമ്മ സ്വീകരണത്തിൻ്റെ വക്താവിനെ നിന്ന് പ്രേരണ ഉൾക്കൊള്ളുക. വിഭജനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, വിശ്വാസ പ്രമാണങ്ങളുടെ പേരിൽ ഭാരതത്തിൽ വീണ്ടും വിഭജനം വരുത്തിവെക്കാൻ ശ്രമിക്കുന്നവരെ തള്ളിക്കളയുക. അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്.
വളരെയധികം നന്ദി നന്ദേട്ടൻ. ഈ ദിവസം ഭാരതീയർക്ക് ലോകമെമ്പാടും ഭാരതത്തെ ഉറ്റുനോക്കുന്നവർക്ക് നൽകാൻ കഴിയാവുന്ന ഏറ്റവും വലിയ സന്ദേശം. കാരണം വളരെയധികം പ്രസക്തിയുണ്ട്, ദീർഘിപ്പിക്കുന്നില്ല. കാരണം കുറച്ചുനാൾ മുമ്പ് റഷ്യയിലേക്ക് അങ്ങ് ചൂണ്ടിക്കാട്ടിയ നരേന്ദ്രൻ ചെന്ന് വ്ളാഡിമിർ പുടിനെ ആലിംഗനം ചെയ്തപ്പോൾ മറ്റൊരാൾ യുക്രൈനിൽ നിന്ന് പറഞ്ഞു, എന്താണ് ഈ ചെയ്യുന്നതെന്ന്. ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് ഇതേ മനുഷ്യനെ ആലിംഗനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ വോളോഡിമിർ സെലൻസ്കി പറയുന്നു, ഇതാണ് സമാധാനത്തിൻ്റെ ദൂതൻ. ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇദ്ദേഹം ഇടപെടണം, ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഭാരതം ഇടപെടണം, അടുത്ത സമാധാന ഉച്ചകോടി ഭാരതത്തിൽ നടക്കണം എന്ന്. ഇതിലപ്പുറം ഒരു അംഗീകാരം ലഭിക്കാനുണ്ടോ ഭാരതത്തിന്, സംസ്കാരത്തിന്? തീർച്ചയായിട്ടും ഒരു വലിയ അംഗീകാരത്തിൻ്റെ, ലോകസമാധാനത്തിൻ്റെ വാക്കുകൾ, ലോകത്തെ സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രമുച്ചരിക്കുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എല്ലാവരെയും സ്വന്തം കുടുംബത്തിൻ്റെ അംഗങ്ങളായി കാണാൻ കഴിയുന്ന ഒരു ധർമ്മത്തിന് മാത്രമേ വസുധൈവ കുടുംബകം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ലോകം ഒരു തരത്തിൽ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ കുളിർമ അരുളുന്ന ഒരു കിളിക്കൂട് പോലെ ആയിത്തീരണം. വിശ്വമേകം ഭവത്യേകനീടം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്നവർക്കേ അത് കഴിയുകയുള്ളൂ. അത് സ്വന്തം രക്തത്തിൽ, സ്വന്തം വിശ്വാസ പ്രമാണങ്ങളിൽ, സ്വന്തം ഹൃദയത്തിലേക്ക് സ്വാംശീകരിച്ച ഒരു രാഷ്ട്രത്തിനും ആ രാഷ്ട്രത്തിൻ്റെ നായകനും മാത്രമേ ലോകത്ത് സമാധാനം തിരികെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന വസ്തുതയെ വ്ളാഡിമിർ പുടിനായാലും യുക്രൈൻ നേതാക്കന്മാരായാലും നാളെ അത് അമേരിക്കയും സർവ്വരാഷ്ട്രങ്ങളും അംഗീകരിക്കും. അതാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഭാരതത്തിൻ്റെ വൈഭവത്തിൻ്റെ, ലോകഗുരുസ്ഥാനത്തേക്കുള്ള ഭാരതത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ. സ്വാമി വിവേകാനന്ദനൊക്കെ സ്വപ്നം കണ്ട എൻ്റെ അമ്മ ഉണരുകയാണ്, എൻ്റെ ഭാരതം ഉണരുകയാണ്. അവളതാ ആ മൃദുവായ പദങ്ങൾ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ സിംഹാസനത്തിലേക്ക്, ലോകഗുരുസ്ഥാനത്തിൻ്റെ ആ ചക്രവർത്തിനിയുടെ സിംഹാസനത്തിലേക്ക് അടുത്ത് അവിടെ ഇരിക്കാൻ പോവുകയാണ്. ഇനിയൊരു കാലത്തും ഒരു ശക്തിക്കും ഈ രാഷ്ട്രത്തെ പിന്നോട്ടാക്കാൻ സാധിക്കില്ല, തടയാൻ കഴിയില്ല, തളർത്താൻ കഴിയില്ല. ഈ രാഷ്ട്രം, എൻ്റെ അമ്മ, ലോകത്തെ നയിക്കാൻ വേണ്ടി ജനിച്ചവളാണ്. അങ്ങനെ ഉണരുന്ന ഒരു മുഹൂർത്തമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ സ്വപ്നം കണ്ടിരുന്നു. അത് യാഥാർത്ഥ്യമാകുന്നതിൻ്റെതായ ഉദയരശ്മിയുടെ ആ അരുണവർണ്ണം നമുക്കിന്ന് കിഴക്കും പടിഞ്ഞാറും ഒരുപോലെ കാണാം. അർണോൾഡ് ടോയൻബി സൂചിപ്പിച്ചതുപോലെ ഈ ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിനൊരു ശുഭപര്യവസായിയായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണമെങ്കിൽ, ഒരു ശുഭമായ അന്ത്യമുണ്ടാകണം എങ്കിൽ അത് ഹിന്ദുത്വത്തിൻ്റെ തിരിച്ചുവരവോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ, ഹിന്ദുധർമ്മത്തിൻ്റെ തിരിച്ചുവരവോടുകൂടി സാധിക്കുകയുള്ളൂ. അതിൻ്റെ പ്രതിപുരുഷനാണ് ഇന്ന് ലോകത്ത് ആ ധർമ്മത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ പേരിൽ അംഗീകാരം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്, ലോകസമാധാനത്തിൻ്റെ യഥാർത്ഥ സന്ദേശവാഹകനായി മാറുന്നത്. വളരെയധികം നന്ദി നന്ദേട്ടൻ. ഈ ദിവസം സ്വാമിയെക്കുറിച്ചും സ്വാമിയുടെ ആ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തെക്കുറിച്ചും കൃത്യമായ ഒരു സന്ദേശം ജനൻ ടി വി പ്രേക്ഷകർക്ക് നൽകിയതിൻ്റെ പേരിൽ, പ്രേക്ഷകരുടെ പേരിൽ, ജനൻ ടി വിയുടെ പേരിൽ നന്ദി. നമസ്തേ. നമസ്തേ, എല്ലാവർക്കും നമസ്തേ. നമ്മൾ വളരെ പെട്ടെന്ന് കവടിയാറിലേക്ക് പോവുകയാണ്. കവടിയാറിൽ സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഡയറക്ടർ ശ്രീ ആർ സഞ്ജയൻ. പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് സ്വാമിജിയെ സ്മരിക്കുന്നത്. ഈ പ്രതിമ നമ്മുടെ നഗരത്തിന് ഒരു തിലകക്കുറിയാണ്. ഇത് സ്ഥാപിച്ചിട്ട് ഇന്നേക്ക് 11 വർഷം പൂർത്തിയായിരിക്കുന്നു. സ്വർഗീയ പരമേശ്വർജിയുടെ നേതൃത്വവും സംഘടനാ കുശലതയും പ്രകടമാക്കിയ ഒരു സംരംഭമാണിത്. കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെയും രാമകൃഷ്ണ മിഷൻ്റെയും
അതുപോലെ കേരളത്തിലെ വ്യക്തികളും സംഘടനകളും, സ്വാമിജിയെ ആദരിക്കുന്ന വ്യക്തികളും സംഘടനകളുമെല്ലാം ചേർന്ന് ഉയർത്തിയതാണ് ഈ പ്രതിമ. ചിക്കാഗോ പ്രസംഗത്തിൻ്റെ തലേ വർഷം 1892 ഡിസംബർ അവസാനം സ്വാമിജി തിരുവനന്തപുരത്ത് വന്നിരുന്നു. 9 ദിവസം ഇവിടെ താമസിച്ചിട്ടുണ്ട് ഈ നഗരത്തിൽ. സ്വാമിജി മൈസൂർ രാജ്യത്ത് നിന്ന് ഷൊർണൂർ, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, എറണാകുളം സന്ദർശനങ്ങൾ കഴിഞ്ഞാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. ഇവിടെ അദ്ദേഹം 9 ദിവസം തങ്ങി എന്നത് അതിനെ നമ്മൾ നിസ്സാരമായി കണക്കാക്കാൻ സാധിക്കില്ല. സ്വാമിജി അത്രയും ദിവസം മറ്റെവിടെയെങ്കിലും തങ്ങിയതായിട്ട്, തൻ്റെ പരിവ്രാജന കാലത്ത് തങ്ങിയതായിട്ട് എനിക്കറിയില്ല. ഒരു സ്ഥലത്ത് ഇപ്പോൾ സ്വാമിജി 9 ദിവസം താമസിക്കുകയും അന്നത്തെ തിരുവനന്തപുരത്തെ പ്രതിഭാധനന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുമായിട്ടൊക്കെ സംവാദം നടത്തി. അദ്ദേഹം നമ്മുടെ ട്രിവാൻഡ്രം ക്ലബ്ബ് സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ മഹാരാജാവിനെ ദർശിച്ചു. അങ്ങനെ 9 ദിവസം സ്വാമിജി താമസിച്ച ഈ തിരുവനന്തപുരം പട്ടണത്തിൽ സ്വാമിജിയുടെ 150ാം ജയന്തി വർഷത്തോടനുബന്ധിച്ചാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത്. അതിൻ്റെ ഉദ്ഘാടനം നടന്നത് 2013 സെപ്റ്റംബർ 11 വൈകുന്നേരത്താണ് എന്ന് നമുക്ക് ഈ തരുണത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത 1893 വേൾഡ്സ് പാർലമെന്റ് ഓഫ് റിലിജിയൻസ് ലോക സർവമത സമ്മേളനം, അത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു. അന്ന് നിലവിലുള്ള ഏതാണ്ട് എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ ഒത്തുചേർന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു ചിക്കാഗോ സർവമത സമ്മേളനം. അത് വലിയൊരു ആഗോള എക്സിബിഷൻ്റെ പ്രദർശനത്തിൻ്റെ ഭാഗമായിരുന്നു. ദ കൊളംബിയൻ എക്സ്പോസിഷൻ അറ്റ് ചിക്കാഗോ എന്നാണ് അതിന് പറയുന്നത്. അതായത് കൊളംബസ്, സ്പെയിൻകാരനായ കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിച്ചേർന്നതിൻ്റെ 400ാം വർഷത്തോടനുബന്ധിച്ച് അതുവരെ ലോകത്തിലുണ്ടായിട്ടുള്ള, പാശ്ചാത്യ നാട്ടിലോ അമേരിക്കയിലോ മാത്രമല്ല ലോകത്തിലെമ്പാടും ഉണ്ടായിട്ടുള്ള മനുഷ്യൻ്റെ ഭൗതിക പുരോഗതിയുടെ ഒരു പ്രദർശനം ആവിഷ്കരിക്കുക എന്നതായിരുന്നു ആ എക്സിബിഷൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിലൊരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നും നമുക്കറിയാം. അത് ഞാനിവിടെ സമയക്കുറവ് മൂലം വിസ്തരിക്കുന്നില്ല. ആ കൊളംബിയൻ എക്സ്പോസിഷൻ്റെ ഭാഗമായിട്ടാണ് സർവമത സമ്മേളനവും സംഘടിപ്പിച്ചത്. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് അമേരിക്കയിലെ കർദിനാൾ ഗിബൺസ് ആയിരുന്നു. ഒരു കർദിനാളായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. പൗരസ്ത്യ മതങ്ങളുടെ പ്രതിനിധികളും അവിടെ എത്തിയിരുന്നു. അപ്പോൾ അത് ഏതാണ്ട് 7000-നും 8000-നും ഇടയിൽ പ്രേക്ഷകർ എല്ലാ ദിവസത്തെയും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ എല്ലാ നിലയ്ക്കും അത് ലോകത്തിൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞൊരു സംഭവമാണ്. സ്വാമിജി അത് അവിടെ എത്തിപ്പെടാൻ സാഹചര്യം ഉണ്ടായതും അതിന് അദ്ദേഹം സഹിച്ച നിരവധി കഷ്ടപ്പാടും ത്യാഗവും എല്ലാം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിൽ നിന്ന് തന്നെ ബ്രഹ്മസമാജത്തിൻ്റെയും തിയോസഫിക്കൽ സൊസൈറ്റിയുടെയും
അതുപോലെ ജൈനമതത്തിൻ്റെയും ശ്രീലങ്കയിൽ നിന്നുള്ള ബുദ്ധമതത്തിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. സ്വാമിജി നമ്മുടെ സനാതനധർമ്മത്തെ, ഹിന്ദുധർമ്മത്തെയാണ് അവിടെ പ്രതിനിധീകരിച്ച് എത്തിയിരുന്നത്. അദ്ദേഹം അവിടെ ഒരുപാട് സമ്മേളനങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ 6 പ്രസംഗങ്ങളാണ് പൂർണ്ണ രൂപത്തിൽ ലഭ്യമായിട്ടുള്ളത്. അതെല്ലാം ഈ മത സമ്മേളനത്തിൽ തന്നെ പ്രസംഗിച്ചതാണ്. അവിടെ ശാസ്ത്ര സമ്മേളനം ഉണ്ടായിരുന്നു, അവിടെയും അദ്ദേഹം ഒന്നിൽ കൂടുതൽ തവണ പ്രസംഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രസംഗം നമുക്ക് ലഭ്യം അല്ല. അപ്പോൾ സ്വാമിജിയുടെ നമുക്കറിയാം, സ്വാമിജി ചിക്കാഗോയിൽ പ്രസംഗിക്കാൻ പോയത് 1893 നമ്മുടെ രാജ്യം അടിമത്തത്തിൽ ഇരുന്ന കാലത്ത്. ഏതാണ്ട് 1857 സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി, കുറച്ച് ദശകങ്ങളെ ആയിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് കവടിയാറിൽ വിവേകാനന്ദ സ്വാമി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ശ്രീ ആർ സഞ്ജയൻ വിവേകാനന്ദ സ്വാമിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിക്കാഗോ പ്രസംഗത്തെയും അനുസ്മരിക്കുകയായിരുന്നു. തിരികെ നമ്മൾ പുത്തൻപുലരിയിലേക്ക് എത്തുമ്പോൾ സോഷ്യൽ സ്കൂപ്പാണ് ഇനി പറയേണ്ടത്. എന്തായാലും നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അല്പം ഗൗരവതരം കൂടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? യെസ്. രാഹുൽ ഗാന്ധി റെയിൽപാളങ്ങൾ പരിശോധിക്കുന്ന ഗ്യാങ്മാൻമാരെ കണ്ടത് എന്തിന് എന്നുള്ള ചോദ്യം TG മോഹൻദാസ് ഉയർത്തുകയാണ്. ജന്മഭൂമി ഡെയിലിയുടെ, ജന്മഭൂമി പത്രത്തിൻ്റെ എക്സ് പോസ്റ്റാണ് ഇതിൻ്റെ ലിങ്ക് സഹിതം. ഇത് സംബന്ധിച്ച് വളരെ വിശദമായ ഗൗരവപൂർണമായ വാർത്ത വരുന്നുണ്ട് 9 മണിക്ക് ലൈവ് റിപ്പോർട്ടിൽ. ആർക്ക് വേണ്ടി ചെയ്തു, ഇതിന് പിന്നിലെ തീവ്രവാദ ബന്ധം എന്ത്, രാജ്യമാസകലം പുതിയൊരു തീവ്രവാദ വാർ ഫ്രണ്ട്, ഒരു പോർമുഖം തുറക്കുകയാണ്. വന്ദേ ഭാരത് ട്രെയിനുകളെ ലക്ഷ്യം വയ്ക്കുന്നു. ഒപ്പം പ്രധാനപ്പെട്ട മേഖലകളിലെ പ്രധാന റെയിൽവേ നെറ്റ്വർക്കുകളിലൊക്കെ പാളം തകർത്ത് ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുകയാണ്. കരുതിയിരിക്കണമെന്നുള്ള മുന്നറിയിപ്പ് വരുന്നു. അശ്വനി വൈഷ്ണവ് എന്ന പ്രഗത്ഭനായിരുന്നു റെയിൽ മന്ത്രി. അന്ന് സ്ഥാപിച്ച അല്ലെങ്കിൽ അന്ന് ആധുനികവൽക്കരിച്ച ലൈനുകളാണ് വന്ദേ ഭാരത് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതാണ്. ഇങ്ങനെ ഒരു ട്രെയിൻ ഇവിടെ ഓടുമോ എന്ന് അന്തം വിട്ട് ചോദിച്ചവരുണ്ട്. അപ്പോൾ കരുതിയിരിക്കണം. ഇതിന് പിന്നിലെ ശക്തി, ഇതിന് പിന്നിലെ കരങ്ങൾ ആരുടേതാണെന്നുള്ള അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്നുണ്ടാവും 9 മണിയുടെ ലൈവ് റിപ്പോർട്ടിൽ. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമുക്കറിയാം, രമിത്ത് അദ്ദേഹത്തിന്റെ പോസ്റ്റാണ്. അതെ, അതായത് ഭഗവത്ഗീതയുടെ 18 അധ്യായങ്ങളും കാണാതെ ചൊല്ലി ലിംക വേൾഡ് ഓഫ് റെക്കോർഡ്സിൽ പ്രവേശിച്ചിരിക്കുകയാണ് 2ാം ക്ലാസ്സുകാരനായ മാന്നാർ ശ്രീവല്ലഭ സാരഥി. എന്തായാലും അടുത്തത്, ഇൻ BJP സിസ്റ്റം യു കാൻ ഹാവ് 2 ഐഡന്റിറ്റീസ്. യു കനോട്ട് ബി ഇന്ത്യൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം ബി അമേരിക്കൻ. എന്തൊരു വിഡ്ഢിത്തമാണ്. ഹു വിൽ എക്സ്പ്ലെയിൻ ടു ദിസ് ബാലക് ബുദ്ധി that India doesn't approve or promote dual citizenship? ഇത് പറയുന്നതെല്ലാം കേൾക്കാം. BJP framing. It's India Alliance. What's the last word stand for? What does the A stand Alliance. for at the end? So wouldn't it be redundant to say India No, it's not. Because it's not. Because the whole idea of the alliance was to put across to the people of India that India is being attacked. Sorry, it's not India Alliance. That's a BJP framing. It's India Alliance. What's the last word stand for? What does the A stand Alliance. for at the end? So wouldn't it be redundant to say India No, it's not. Because it's not. Because the whole idea of the alliance was to put across to the people of India that India is being attacked.
Sorry, it's not India Alliance. That's a BJP framing. It's India Alliance. What's the last word stand for? What does the A stand for? Alliance. അത് മതി. ഇന്നത്തെ തമാശ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ ഇത് മാത്രമേ തമാശയായിട്ട് തോന്നുന്നുള്ളൂ. മറ്റു പലതും തികഞ്ഞ കുൽസിത പ്രവൃത്തിയും രാജ്യവിരുദ്ധ പ്രവൃത്തിയും വിഘടനവാദവും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നേറുകയാണ്. ഇനി നമുക്ക് ഓണവിശേഷങ്ങൾ കൂടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കേണ്ടതുണ്ട്. പൊന്നോണം വരവായി. അത്തം 10 പൊന്നോണം. അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ ദിനങ്ങളുടെയും പ്രത്യേകത വിവരിക്കുകയാണ് വേദപണ്ഡിതൻ ആചാര്യ ഗോപാലകൃഷ്ണ വൈദിക്. ഇന്ന് തൃക്കേട്ട നക്ഷത്രമാണ്. അതിനെക്കുറിച്ചുള്ള വിവരണം കേൾക്കാം. ഹരി ഓം. അപ്പോൾ നമ്മൾ ശുദ്ധ ഭാഗവതത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശുദ്ധ ഭാഗവതത്തിനകത്ത് വാമനാവതാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബലിക്ക് മോക്ഷം നൽകാൻ വേണ്ടി നാരായണൻ അവതരിച്ചു എന്നാണ്. അപ്പോൾ ബലിയജ്ഞം നടത്തുന്ന ബലിയുടെ അടുക്കിലേക്ക് യജ്ഞത്തിൻ്റെ സമാപ്തിയിൽ അതിൻ്റെ ധന്യതയ്ക്കായി ഭഗവാൻ എഴുന്നള്ളുകയും ബലി അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് തന്നെ ധന്യനാക്കി തീർക്കണം, മോക്ഷം തരണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഗുരു ശിരസിൽ കാൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ മോക്ഷം കൊടുക്കുമ്പോൾ പൂർണ്ണ മോക്ഷമാണോ കൊടുക്കുക, സ്വർഗലോകപ്രാപ്തിയാണോ, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഭാഗവതം പറയുന്നുണ്ട്. നമ്മൾ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പലപ്പോഴും യജ്ഞങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മളത് മോക്ഷത്തിനല്ല ചെയ്യുക, പലപ്പോഴും സ്വർഗപ്രാപ്തിക്കാണ്. സ്വർഗകാമോ യജേത് എന്ന് ജൈമിനി പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ജന്മത്ത് നമുക്ക് കിട്ടുന്ന നല്ല അനുഭവങ്ങളെയാണ് സ്വർഗമെന്ന് പറയുക. അല്ല, നമ്മൾ സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ്. ചില മതങ്ങൾ പറയുന്നത് പോലെ അത് വേറിട്ടൊരു ലോകമല്ല. അപ്പോൾ സ്വർഗകാമോ യജേത്, നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് സ്വർഗമെന്ന് വിളിക്കുക. ഇവിടെ തന്നെ ചീത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനെ നരകമെന്ന് വിളിക്കും. അത്രയേ ഉള്ളൂ, രണ്ടും ഇവിടെ തന്നെയാണ്. അപ്പോൾ സ്വർഗകാമോ യജേത്, അടുത്ത ജന്മത്ത് വരാനിരിക്കുന്ന ജന്മങ്ങളിൽ നിങ്ങൾക്ക് നന്മയുണ്ടാവണം, നല്ല അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ അതിന് യജ്ഞം അനുഷ്ഠിക്കണം. അപ്പോൾ ഇദ്ദേഹം യജ്ഞമാണ് അനുഷ്ഠിച്ചത്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചത് നിന്നെ ഭൗതികമായി നീ അടുത്ത വരാനിരിക്കുന്ന കാലത്ത് നീ ഇന്നതൊക്കെ ആയിത്തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മഹാവതാരമൂർത്തികൾ ശിരസിൽ കാൽ കൊണ്ട് സ്പർശിച്ച് അനുഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ സ്വാഭാവികമാണ്. രമണ മഹർഷി, ശ്രീരാമകൃഷ്ണദേവൻ തുടങ്ങിയ എല്ലാ മഹാ അവതാരമൂർത്തികളായ ഗുരുക്കന്മാരും ഇത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിൽ അതുള്ളതാണ്. അപ്പോൾ ഇവിടെ മഹാബലിയെ എങ്ങോട്ടും ചവിട്ടിത്താഴ്ത്തുന്നില്ല, പാതാളത്തിലേക്കൊന്നും ചവിട്ടിത്താഴ്ത്തിയതായിട്ട് പറയുന്നില്ല. മോക്ഷം കൊടുത്തു, സ്വർഗലോകപ്രാപ്തിക്കായി യോഗ്യനാക്കി തീർത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ പിന്നെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്ന കഥ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ കേരളത്തിലും ഈ ഒരു കഥയില്ല. ഇത് പിന്നെ വന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അത്രയേ എനിക്ക് പറയാനുള്ളൂ. കേരളത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് കുലശേഖര ആൾവാരുടെ സമാധിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഭാഗവതത്തിലെ കഥയുമായി അതിന് ബന്ധമില്ല. അപ്പോൾ കുലശേഖര ആൾവാർ, അദ്ദേഹം മഹാഭക്തനും നീതിമാനുമായ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെക്കുറിച്ചാണ് മാവേലി നാടു വാണിയിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമാധി ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ സമാധി ദിനം എന്തിനങ്ങനെ ആഘോഷിക്കണമെന്ന് ചോദിച്ചാൽ, അദ്ദേഹം വിഷ്ണു ഭക്തനായിരുന്നത് കൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഉപാസന ചെയ്യുന്നവർ സമാധിയായാൽ അവരുടെ സമാധിക്കുമേൽ അവരുടെ ഉപാസനാമൂർത്തിയെയാണ് പ്രതിഷ്ഠിക്കുക. അതാണ് നമ്മുടെ പാരമ്പര്യം. ശിവഗിരിയിൽ കണ്ടില്ലേ, ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രമുഖ സന്യാസിമാർ മുഴുവൻ സമാധിയായി കഴിഞ്ഞാൽ, മഹാപുരുഷന്മാർ സമാധിയാകുമ്പോൾ സമാധിക്കുമേൽ അവരുടെ ഉപാസനാമൂർത്തിയുടെ രൂപമോ അല്ലെങ്കിൽ ശിവലിംഗമോ, ശിവലിംഗം ആർക്കുമാകാം, ശിവലിംഗമോ ആണ് പ്രതിഷ്ഠിക്കുക. അപ്പോൾ കുലശേഖര ആൾവാർ വൈഷ്ണവ സിദ്ധനായിരുന്നതുകൊണ്ട്, ആൾവാറായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമാധി ദിനത്തിൽ അദ്ദേഹത്തിനല്ല പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായ
മഹാവിഷ്ണുവിനാണ്. അതുകൊണ്ടാണ് നമ്മൾ തൃക്കാക്കരയപ്പനെ ആരാധിക്കുന്നത്. ഇനി ഒന്നും പറയാൻ സമയമില്ല, അല്ലെങ്കിൽ 9 മണി ലൈവ് റിപ്പോർട്ട് വൈകും. എന്തായാലും വളരെ വൈവിധ്യമാർന്നതായിരുന്നു ഇന്നത്തെ പുത്തൻപുലരി എന്ന് വിശ്വസിക്കുന്നു. ലൈവ് റിപ്പോർട്ടുമായി വേഗം തിരികെ എത്താം. ഇന്നത്തെ പുത്തൻപുലരി ഇവിടെ സമാപിക്കുന്നു. നമസ്തേ. നമസ്തേ.